رسول الله المدد 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 روحي فداك يا رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, വളരെ ആധികാരികമായി കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യത്തിന്റെ പൈതൃകപാത വിശദീകരിക്കപ്പെട്ട ഇവിടെ എന്റെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പൂർവകാലത്തെ പ്രസ്ഥാനം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപചയത്തിലെ ചില അംശങ്ങളെ സമൂഹത്തിന് വേണ്ടി സൂചിപ്പിക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. സാധാരണ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഫോൺ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കതാവാം മൈക്കില്ലാതെയും ഞാൻ പ്രസംഗിച്ച് പരിചയിച്ചിട്ടുണ്ട്. അതും ഇവിടെ തുടരുമെന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് ആയിരിക്കും. 10 മണിക്ക് ശേഷം ഈ പരിസരത്തെവിടെയും പിന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഫോൺ കോള് ഞങ്ങൾക്കുമുണ്ടാകും എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നിങ്ങളടുത്ത് നിന്ന് പഠിച്ചു വന്ന വിദ്യകൾ പലതും കയ്യിലുള്ളതുകൊണ്ട് അത് അല്പാൽപമായി തിരിച്ചു പ്രയോഗിച്ചു വരികയാണിപ്പോൾ. വിഷമിറക്കാൻ ചിലപ്പോൾ വിഷം തന്നെ ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ടാവാം. ചെവിയിലേക്ക് പോയ വെള്ളമിറക്കാൻ അല്പം വെള്ളം അധികം ഒഴിക്കാറുണ്ടല്ലോ, അതുപോലെയൊക്കെ ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരുമെന്ന ആമുഖത്തോടെ ഞാൻ തുടങ്ങുകയാണ്. ഇവിടെ വളരെ പ്രവിശാലമായൊരു വിഷയാവതരണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഏറ്റവും ശ്രദ്ധേയനായ ജനറൽ സെക്രട്ടറി, കേരളം വളരെ സന്തോഷത്തോടെ കേൾക്കുന്ന വാക്ചാതുരിയുടെ ഉടമ, നമുക്ക് മാത്രം അഭിമാനത്തോടെ ഓർക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ അനന്തരഗാമി, പ്രിയപ്പെട്ട ഓണംപള്ളി ഉസ്താദ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി പറയാമല്ലോ, ഇവിടുന്ന് പോയല്ലോ. അദ്ദേഹത്തെ കേരളത്തിലെ സാമൂഹിക രംഗത്തെ സർവരും ആദരവോടെ നോക്കുന്നൊരു വ്യക്തിത്വമാണ്. ഞാൻ അടുത്തു കേട്ടു, അദ്ദേഹം പങ്കെടുത്തൊരു സർവമത സമ്മേളനത്തിൽ വെച്ച് ഹിന്ദു സന്യാസിമാരുടെ മുന്നിൽ വെച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആധികാരികമായി, ചിലരെ പോലെ മനപ്പാടാക്കിയിട്ട് വന്നതല്ല, പഠിച്ചവതരിപ്പിച്ചപ്പോൾ സമുദായത്തിനു വേണ്ടി അവിടുന്ന് നൽകിയ ആ പ്രഭാഷണം പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയും പലരും പ്രതിരോധം തീർക്കണമെന്ന് പറയപ്പെടുന്ന വർഗീയവാദികൾ പോലും ആദർശത്തിന്റെ മുന്നിൽ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയതുപോലും നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് നമ്മുടെ വഴി. അത്തരം മഹത്തായ പ്രഭാഷണങ്ങളുടെ നമ്മൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിയിൽ ഇനി അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അവിടുന്ന് ഓണംപള്ളി ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇവർ നടത്തുന്ന യാത്രകളും ഉപയാത്രകളുമൊക്കെ രഥമുരുട്ടി കൊണ്ടുപോകുന്നത് പഴയകാലത്തെ പ്രതാപികളെന്ന് തോന്നിച്ച ഇസ്ലാം വിരുദ്ധ കേന്ദ്രങ്ങളുടെ ആ അവസ്ഥയിലൂടെ തന്നെ അവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമെന്ന് പറയും പോലെ ഇവർ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കർണാടകയിൽ ഇവരുടെ യാത്ര നടത്തി. യാത്രയുടെ പേര് കർണാടക യാത്ര എന്നാണ്. പക്ഷെ കർണാടകക്കാർ പറയാറുള്ളത് കർണാടക ജാത്ര എന്നാണ്. ജാത്ര എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ അതിന്റെ അർത്ഥം ഉത്സവമെന്നാണ്. അതൊരു ഉത്സവമായിരുന്നു. ഒരു വലിയ വാഹനം ഉസ്താദിന് പൊങ്ങണമെന്ന് തോന്നിയാൽ പഴയകാലത്തെ പൊങ്ങച്ചത്തെ പോലെ തന്നെ വണ്ടിയും പൊങ്ങും. അദ്ദേഹം ഉയർന്നു നിൽക്കും. ഉയർന്നു നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലെ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, കൈ ഇങ്ങനെ വീശി കാണിക്കും. അപ്പോൾ അകലങ്ങളിൽ നിന്ന് പട്ടിണി പാവങ്ങളായ പാവപ്പെട്ടവർ, ഈ മനുഷ്യൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാണ്, ഇയാളൊരു പണ്ഡിതനാണ്, വിശ്വാസികളുടെ നേതാവാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, ആ പ്രചരണങ്ങൾ കേട്ടിട്ടാണ് കർണാടകയിലെ ഉൾഗ്രാമങ്ങളിലെ പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പാവപ്പെട്ടവർ ഇയാളെ കാണാൻ വന്നിരുന്നത്. അവർ കരുതിയത് ഉമർ ഫാറൂഖ് തങ്ങളെപ്പോലെ, ഹബീബിന്റെ തിരുസഖാക്കളെ പോലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു നേതാവ്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവരുടെ കഷ്ടതക്ക്, അവരുടെ വേദനക്ക് പരിഹാരം കാണിക്കുന്ന ഒരു നേതാവ്
എന്ന് കരുതിയിട്ടാ പോകുന്നത്. കർണാടകയിലെ പല പ്രദേശത്തോടെയും സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിന്റെ യാത്ര കൊണ്ട് കിട്ടിയ ഒരു ഗുണം, കർണാടകയിലെ സമസ്തയുടെ പ്രവർത്തനങ്ങളില്ലാത്ത പ്രദേശങ്ങൾ മുഴുവനും സമസ്തയുടെ പ്രവർത്തനമുണ്ടാക്കാൻ കർണാടക യാത്ര കൊണ്ട് സാധിച്ചു. വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ കർണാടകയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ എല്ലാ ദിവസവും അവിടെ ഉണ്ടാവുന്ന ആളാണ്. വളരെയേറെ പരിപാടിയിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് 450 മേലെ മഹല്ലുകൾ ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രം നമുക്കുണ്ട്. 435, 440, 450 കവിഞ്ഞിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ യാത്ര കാരണം ഇവരുടെ യൂണിറ്റുകൾ പലതും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തു നിന്നും 100 കണക്കിന് ആളുകൾ വരുന്നു. 2-3 ആഴ്ച മുമ്പ് അവിടെ ഒരു പരിപാടി നടന്നു. എനിക്ക് മറ്റൊരു പരിപാടി കാരണം അന്ന് പോവാൻ പറ്റിയില്ല. ഞാൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളായ അവിടുന്ന് പോകുന്ന ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നതാ, പ്രസംഗിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരും മാറിയിട്ടില്ല. ഒരുപാട് ആളുകൾ ഒന്നിച്ചൊരു മഹല്ല് തന്നെ മാറി. അടുത്ത അതിന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് മഹല്ലിന്റെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. കാന്തപുരം യാത്ര നടത്തിയപ്പോ കാന്തപുരത്തെ കണ്ടിട്ട് ഇയാൾ യഥാർത്ഥ ഇസ്ലാമിക പണ്ഡിതനല്ല എന്ന് പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത, ഭൗതിക ജീവിതത്തെക്കുറിച്ച് അറിയാത്ത, സുഖസൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്ത, മതത്തിൽ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പാവമായ ഏറ്റവും ശുദ്ധനായ പണ്ഡിതനെയാണ് അവർ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ അവിടെ കണ്ടത് മോദിയെ പോലെ, മറ്റുള്ളവരെ പോലെ, നാട് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയെ പോലെയുള്ള ഒരു പണ്ഡിതനെയാണ് അവിടെ കണ്ടത് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചു എന്ന് മാത്രമല്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സഞ്ചരിച്ച വഴികളിലൂടെ അയാൾ സഞ്ചരിച്ചിട്ടില്ല. അയാൾ പോയത് ഹൈവേകളിലൂടെയായിരുന്നു. ആ ഹൈവേകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം 20ഓളം കേന്ദ്രങ്ങളിൽ കാന്തപുരം പോയതിന്റെ പിന്നാലെ ആ ജനങ്ങളെ വിളിച്ചിട്ട് ഞാൻ തന്നെ പോയിട്ടുണ്ട്, മറ്റുള്ളവർ ഒരുപാട് പോയിട്ടുണ്ട്. ദക്ഷിണ കന്നഡയുടെയും അപ്പുറത്ത് ആസന ജില്ലയുടെ അങ്ങേയറ്റത്ത് ഉറുദുവിൽ പോയി, കാന്തപുരം പ്രസംഗിച്ച പ്രദേശത്ത് പോയി ഉറുദുവിൽ തന്നെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ഉസ്താദ് പഠിപ്പിച്ച അതേ ഭാഷയിൽ പ്രസംഗിക്കണമല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ തുറന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങൾ കണ്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലെ പാവപ്പെട്ട പ്രവർത്തകരെ, ജനങ്ങളെ, വിശ്വാസികളെ വഞ്ചിച്ച് അവർക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ തൊട്ടും പിഴിഞ്ഞെടുത്തിട്ടാണ് നിങ്ങളുടെയൊക്കെ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇനി പിരിവ് കിട്ടാൻ വകുപ്പില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്കാണ് വന്നത്. അങ്ങനെയാ വന്നതെന്ന് പറഞ്ഞപ്പോഴാണ് കർണാടകയിലെ പാവപ്പെട്ട ജനങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. എന്തായിരുന്നു അവിടെ പ്രമേയം? ഞാൻ കർണാടകയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. എന്റെ നാട്, എന്റെ ജില്ല തൊട്ടടുത്താണ്. എനിക്ക് കൂടുതൽ ബന്ധം അവിടെയാണ്. അതുകൊണ്ട് അവരെ കുറച്ചൊക്കെ എനിക്ക് തിരിയുന്ന കുറെ ലാംഗ്വേജ് ആണത്. എന്തായിരുന്നു അവിടെ പ്രമേയം? മണകുളവണ്ണു ഗൗരവസി എന്നായിരുന്നു. മണകുളവണ്ണു ഗൗരവസി എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത സാധനമാണ്. അതിന്റെ അർത്ഥം മാനവികത ഉയർത്തുന്നു തന്നെയാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവരവിടെ പോയിട്ട് മാനവികത ഉയർത്താൻ ശ്രമിച്ചു. മാനവികത അവിടെ ഉയർന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മാനവികത ഉയർത്താൻ പോയ സമാപന സമ്മേളന ദിവസം തന്നെ പരിപാടിയിലേക്ക് വന്ന ഒരാളെ നാട്ടുകാരൊന്നിച്ച് പിടികൂടി ചോദ്യം ചെയ്തതും ആക്രമിച്ചതും അയാൾ ചെയ്ത തോന്നിവാസത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തിയത് നമ്മൾ കണ്ടു. എന്നിട്ട് എന്താ ചെയ്തത്? കർണാടകയുടെ മുഖ്യമന്ത്രി അതുപോലുള്ള മന്ത്രിമാരെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് കർണാടകയെ മംഗലാപുരം ടൗണിൽ വെച്ച് ഒരു വലിയ ഗ്രൗണ്ടിൽ വെച്ച് ഇദ്ദേഹം ലോകത്തുള്ള മന്ത്രിമാരെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് ഒരു സമ്മേളനം നടത്തി. സമാപന സമ്മേളനത്തിന്റെ ആ സദസ്സ് ആ ഗ്രൗണ്ടിൽ. എന്നിട്ട് പറഞ്ഞു, കർണാടകയിലെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തിയ വലിയ സമ്മേളനം ഇത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇയാളെ പ്രത്യേകത പറയാണ്, മഴ അല്പം ചാറിയപ്പം ഇവർ എഴുന്നേറ്റ് പോയില്ല. അപ്പൊ CM ഇബ്രാഹിം എഴുന്നേറ്റെന്ന് പറയാ, ഇതാണ് ഞങ്ങളെ കൗമ്, മഴ കോരിച്ചെറിഞ്ഞാലും ഞങ്ങൾ ആരോടൂല്ല. ഞാൻ അപ്പോർത്തത് പേരോടിന്റെ മുതലക്കുളം പരിപാടിയാ. അയാൾ ഇങ്ങനെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് ഒരു എലി ഓടുന്നു. ഒക്കെ എഴുന്നേറ്റ് ഓടി. അപ്പം പേരോട് ചോദിക്കുക, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? ഇവരൊക്കെ നമ്മൾ ഹലാക്കാക്കി കൊണ്ടിരിക്കുമ്പോ ഒരു എലിനെ കണ്ട് നിങ്ങൾ ഓടുകയാണോ? അനുയായികളോട്. പിന്നെ പേരോടല്ലേ, മൂപ്പര് പറഞ്ഞതിന് ശേഷമല്ലേ ചിന്തിക്കുള്ളൂ. ഇത് ക്ലിപ്പാവും എന്നുള്ളത് പാവത്തിന് അറിയില്ലായിരുന്നു. മൂപ്പര് എങ്ങനെയാണ്? മൂപ്പര് പറഞ്ഞതിന് ശേഷമാണ് ചിന്തിക്കുക. എല്ലാവരും ചിന്തിച്ചിട്ടാണ് പറയാ. അങ്ങനെ തന്നെയാണ് ആ വിഭാഗത്തിന്റെ തന്നെ പ്രത്യേകത. അതാണ്. കാരണം നേതാക്കൾ എന്തെങ്കിലും ഒന്ന് പറയും, പിന്നെ അനുയായികളോട് പറയും, പ്രധാനപ്പെട്ട അനുയായികളോട് നിങ്ങളും ചിന്തിച്ചതിനൊരു കാരണം ഉണ്ടാക്കിയേ. ഞങ്ങളൊക്കെ അനുഭവിച്ച പഴയ കാലത്തെ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്.
പകര പ്രസംഗിക്കും. ഉസ്താദിന്റെ ഗുരുവാണിത്, ഉസ്താദിന്റെ ഷെയ്ഖാണ്, സയ്യിദാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ജാലിയ വാലയാണ്, അയാൾക്ക് 4 വാലുണ്ട് നടക്കാൻ പേര് കേട്ടാ മൂപ്പരിങ്ങനെ പ്രസംഗിച്ച് പറയും. അപ്പൊ ആ പ്രസംഗം വന്നാ പിന്നെ അടുത്ത് ഇതിന് മറുപടി പറയാൻ ചോദ്യങ്ങൾ ഉയരിപ്പുറത്തുനിന്ന് ഇവിടുന്നാട് ചോദ്യം ചോദിക്കുമല്ലോ. ഈ സാധുക്കൾ പിന്നെ കഷ്ടപ്പെടും. അപ്പൊ നമ്മളൊക്കെ വിളിച്ചേൽപ്പിക്കും, അതിനൊരു ഉത്തരം കണ്ടെത്തണം. അവിടെ എത്തുമ്പോ കഷ്ടകാലായിരുന്നു. ഉസ്താദ് എന്ത് പറയുന്നു എന്ന് നോക്കിക്കണമായിരുന്നു അതിന് മറുപടി. അഥവാ അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ വല വിരിച്ച് അല്ലെങ്കിൽ കുട പിടിച്ചു കൊടുത്ത് സംരക്ഷണം നടത്തണമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. പോരാൻ തന്നെ കാരണം അതാണ്. ഇവിടെ വന്നപ്പോ നമുക്ക് ബോധ്യമായി ആരെയും ഇവിടെ സംരക്ഷിക്കേണ്ടതില്ല. നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ, ഈ നാടിന്റെ സാമൂഹിക പ്രതിബദ്ധതയെ സംരക്ഷിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ, മതത്തെ സംരക്ഷിക്കാൻ, മതസഹിഷ്ണുതയുള്ളൊരു നാടായി ആ നാടിനെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുന്ന നേതാക്കളും പണ്ഡിതന്മാരും ഈ പ്രസ്ഥാനത്തിനുണ്ട്. അവർ ചെയ്യുമ്പോ അവരെ പിന്നിൽ നിന്ന് അതിനനുസരിച്ചാൽ മാത്രം മതി. അത്രമേൽ മഹത്വമുള്ള പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അപ്പുറത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ, പ്രവർത്തകർ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തി. അവിടുത്തെ പ്രസ്ഥാനം അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവരുടെ മണകുളവണ്ണു ഗൗരവസ്യായിട്ട് നടന്നു. കർണാടകയിലെ ഗ്രൗണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു. ഇവർ എല്ലാവരെയും വിളിച്ചു ചേർത്തു. അവരുടെ കർണാടക യാത്ര ഇവിടുന്ന് നടക്കാണ് വാഹനം പോകുന്നത്, കേരളത്തിൽ നടക്കം. പക്ഷേ നമ്മുടെ SKSSF സമ്മേളനത്തിന്റെ പ്രചരണ സമ്മേളനമായി അതേ വേദിയിൽ കർണാടകയിലെ മുസ്ലിങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മന്ത്രി പുങ്കവന്റെയും സാന്നിധ്യമില്ലാതെ, അവിടുത്തെ കർണാടകയിൽ ഒരു മന്ത്രിയുടെ സാന്നിധ്യവുമില്ലാതെ അവിടുത്തെ പ്രവർത്തകർ സമ്മേളനം നടത്തി. ആരാ പങ്കെടുത്തത്? മംഗലാപുരത്തിന്റെ കാളി താക്കോസ്താദ് മാത്രമാണ് വലിയ ആളായിട്ടുള്ളത്. രണ്ടാമതൊരാളുണ്ടായിരുന്നു, കേരളത്തിലെ സുപ്രസിദ്ധ പ്രഭാഷകനായിരുന്ന, വാക്ചാതുരി കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത ആദർശത്തിന്റെ പ്രബോധകൻ നമ്മുടെ പ്രിയപ്പെട്ട സമദ് സാഹിബ്. അവര് രണ്ടുപേരും കൂടെ ഞാനും, ഞങ്ങൾ 3 ആളും മാത്രം. ഒരു മന്ത്രിയുമില്ല, മന്ത്രിക്ക് തലപ്പാവും കിട്ടിക്കൊടുത്തിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഉണ്ടായത്. ഉള്ളാൾ ഉറൂസിന് AP-ക്കാരിടുന്ന അതേ ജുബയും തലയെക്കെട്ടും കിട്ടിയിട്ടാണ് മുഖ്യമന്ത്രിനെ കൊണ്ടുവന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ദിവസം തന്നെ AP ഉസ്താദ് ആ മുഖ്യമന്ത്രിയുടെ കോലത്തിൽ തിരിച്ചു ഉണ്ടാവണമായിരുന്നു. വളരെ കറക്റ്റാണ്. ആ ദിവസം തന്നെ തലപ്പാവൊക്കെ കെട്ടിയിട്ടാണ് ഉള്ളാളിലെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയെ, കർണാടക മുഖ്യമന്ത്രിയെ. നാണുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതെന്താ പ്രച്ഛന്ന വേഷമത്സരാണോ? ഉറൂസല്ലേ? ആ സമ്മേളനം ഞാൻ പറഞ്ഞല്ലോ, ഈ സമ്മേളനം സമസ്തയുടെ പ്രവർത്തകർ SKSSF-കാർ നടത്തിയപ്പോ കാന്തപുരത്തിന്റെ പണക്കൊഴുപ്പ് കൊണ്ടൊഴുക്കിയ ഒരുപാട് ആളുകളെ കൊണ്ടു നിർത്തിയിട്ട് ഒരാൾ പ്രകടനം വിളിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഫേസ്ബുക്കിലൊക്കെ. ആ ചെറുപ്പക്കാരനോട് നേരിട്ട് നമ്മുടെ പ്രവർത്തകർ ചോദിച്ചു, എങ്ങനെയാ എത്തിയത്? കാന്തപുരത്തുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. SSF-ന്റെ കൊടിയായിട്ടൊരു ഹിന്ദു സഹോദരൻ. ഇത് വെറുതെ പറയല്ല, ഭംഗി വാക്കല്ല. SSF-കാർ വരിക, കർണാടകയിൽ കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനായ ഹിന്ദുവിനെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വന്നതാണ്. ഇങ്ങനെ കൊണ്ടുവരാൻ എത്ര പേർക്ക് കഴിയും? ഓണംപള്ളി നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ സമ്മേളനത്തിലേക്ക് താടി നിറച്ച ആളുകൾ സഫായിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല, അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവന്നു. ആ സമ്മേളനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് ആരെയും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ജോലിക്കാരെ വിളിക്കാറുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളെ. ആ സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത് എന്താ? അന്യസംസ്ഥാന തൊഴിലാളികൾ പങ്കെടുക്കുന്ന സമ്മേളനമാണെന്ന് പറഞ്ഞത്, അല്ലാതെ കേരളത്തിനല്ല. ആ അവസ്ഥയിലേക്ക് എത്തി. പണം കൊടുത്ത് തൊഴിലാളികളെ വിളിച്ചു ചേർക്കുന്ന ഗതികേടിലേക്ക് വരുത്തി. ആ സമ്മേളനത്തിൽ വെച്ച്, മംഗലാപുരം സമ്മേളനത്തിൽ വെച്ച് ഇവർ നടത്തിയ സമ്മേളനത്തെക്കാൾ വലിയ സമ്മേളനം നടത്തിയിട്ട് സമസ്തയുടെ പ്രവർത്തകർ മതി എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. ആ വിഭാഗം കർണാടകയിലെ ഓരോ പ്രദേശത്തെത്തിയപ്പോൾ ഇവർ ഒന്നുമല്ലാതായി ജനങ്ങളുടെ ഇടയിൽ. പാവപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇവർ സമ്പന്നന്മാരുടെ കൂടെ നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ കൂടെ പോകുന്നവരാണ്, ഇവർ സമസ്തയല്ല. ഞങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ജീവചരിത്രം, പഴയകാലത്തെ നേതാക്കളുടേതും ഇന്നുള്ളവരുടെയും ജീവചരിത്രം നമ്മൾ പറഞ്ഞു കൊടുത്തു. അത് ബോധ്യപ്പെട്ടു. ഷംസുൽ ഉലമയുടെ നേരത്തെ പറഞ്ഞല്ലേ മോഡിയെക്കുറിച്ച് എന്താ കാന്തപുരം പറഞ്ഞത്? റോഡും പാലവും ഉണ്ടാക്കുന്നയാളാണ്, കൃഷി ഉണ്ടാക്കുന്നയാളാണ് അദ്ദേഹമെങ്കിൽ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞു. ഞാനിതാ അത്ഭുതത്തോടെയാണ് അത് കേട്ടത്, ഞാൻ അത്ഭുതത്തോടെയാണ് അത് വായിച്ചത്. കാരണം എന്താ? ഷംസുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രമാദമായ പ്രശ്നങ്ങളുടെ പ്രഥമഘട്ടത്തിൽ ഷംസുൽ ഉലമ പറഞ്ഞതിനെ ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഞാൻ കേട്ടു ആ ഒരു പ്രഭാഷണത്തെ. ഷംസുൽ ഉലമ പറയാണ്, മുസ്ലിം രാജാക്കന്മാരെ ടിപ്പു സുൽത്താനെയും സിറാജുദ്ദൌലയെയും ഒറ്റുകൊടുത്ത മീർ ജാഫറിനെയും മീർ സാദിഖിന്റെയും ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മീർ ജാഫർ എന്താ ചെയ്തത്?
മീർ ജാഫർ പറഞ്ഞതെന്താ, മീർ സാദിഖ് പറഞ്ഞതെന്താ? ബ്രിട്ടീഷുകാരൻ നമുക്ക് റോഡും പാലവും ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അവർ പുരോഗതി ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അവർ പുരോഗതി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവർ ശംസുൽമന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മെ. ശംസുൽമയുടെ പ്രത്യേകത അതാണ്, ചരിത്രം വേണ്ടെടുത്ത് നിർണായകമായ ഘട്ടങ്ങളിൽ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. നിയമം പഠിപ്പിക്കുന്ന ഘട്ടം നേരത്തെ പറഞ്ഞു. ഈ ചരിത്രം പഠിപ്പിച്ചിട്ടാണ് ശംസുൽമ പറയുന്നത്. മീർ ജാഫറും മീർ സാദിഖും പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർ, സാമ്രാജ്യത്വ ശക്തികൾ ഈ രാജ്യത്ത് നമുക്ക് റോഡും പാലവും സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ പിന്തുണക്കണം, ഈ രാജാക്കന്മാർക്കെതിരെ തന്നെ നമ്മൾ നിൽക്കണം എന്ന് സമുദായ ശത്രുക്കളായ മീർ ജാഫറും സാദിഖും പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? അതേപോലെ പറഞ്ഞു, റോഡും പാലവും ഉണ്ടാക്കി തരുന്നത് അത് ആരായിരുന്നാലും അതിൽ മോഡിയുണ്ടെങ്കിലും നമ്മൾ അയാളെ പിന്തുണക്കുന്നു എന്ന് കാന്തപുരം പറയുന്നു. ശംസുലുലമ അന്ന് എന്താ പറഞ്ഞത്? എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ശംസുലുലമ വിശദീകരിച്ചു പറഞ്ഞു, ഇതുപോലെയാണ് ഇവൻ എന്ന് കാന്തപുരത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ശംസുലുലമ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ഇതുപോലെയാണ് ഇയാൾ. എത്ര കൃത്യമാണ്! 25 കൊല്ലത്തിന് ശേഷമാണ് ശംസുലുലമ പറഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. 25 കൊല്ലം കഴിഞ്ഞപ്പോ ശംസുലുലമ പറഞ്ഞതുപോലെയായി. ഞാൻ ഇനിയും കാത്തു നിൽക്കുന്നു എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിന് വഴി കാണിച്ചു കൊടുത്ത മഹാനരായ ശംസുലുലമ വലിയാണെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് നമ്മൾ. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ പാഴ്വാക്കായി മാറില്ലെന്ന് നമുക്കുറപ്പുണ്ട്. ആ വാക്കിൽ ഇനി ഒരു ഭാഗം ബാക്കിയുണ്ട്. എന്താ ശംസുലുലമ പറഞ്ഞത്? മീർ ജാഫറിനും മീർ സാദിഖും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർക്കൊപ്പം ചേർന്നെങ്കിലും അവസാന ഘട്ടത്തിൽ മീർ സാദിഖിനെ വിളിച്ചു, മീർ ജാഫറിനെ വിളിച്ചു. ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സ്വർണ്ണ നാണയങ്ങൾ ഇതാ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കോടികളുടെ നോട്ടുകൾ എടുക്കുന്നത് പോലെ അക്കാലത്തെ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ടുവന്നിട്ട് ഇവരെ വിളിച്ചിരുത്തിയിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഉരുക്കിയിട്ട് ഇവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് അന്ന് ശംസുലുലമ ചരിത്രം വായിച്ചു പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവന്റെയും അന്ത്യം ഇതുപോലെയാണെന്ന്. ശംസുലുലമ പറഞ്ഞത് വെറുതെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് ഒരുപക്ഷെ ഇങ്ങനെ പോകുമായിരിക്കാം. സമുദായത്തിന് അല്ലാഹു കാക്കുമാറാവട്ടെ. സമുദായത്തിന്റെ ശത്രുക്കൾക്ക് എന്തെങ്കിലും അല്ലാഹു കരുതിയെങ്കിൽ അതിനെ തടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിന്തിക്കുന്നവർക്ക് ഇന്ന് വഴിയുണ്ട്. ശംസുലുലമ പറഞ്ഞ വാചകങ്ങളെ നമുക്ക് മുന്നിൽ എത്തുകയാണിപ്പോ. ശംസുലുലമയെ അന്ന് ഇവർ പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താ? മഹാനരാണെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്നാ പോരെ, ഞാൻ ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമുണ്ടോ? ശംസുലുലമ മഹാനാണെന്ന് ഇവർ പറഞ്ഞപ്പോ ഞാൻ പോകുന്നത്. കാരണം ഒരു കാലത്ത് ശംസുലുലമയ്ക്ക് പിഴവ് സംഭവിച്ചു. എന്താ പിഴച്ചത്? ആദർശത്തിൽ പിഴച്ചു. ശംസുലുലമക്ക് ആദർശത്തിൽ പിഴച്ചു എന്ന് ഇവർ പറഞ്ഞത്. ശംസുലുലമക്ക് എന്താ ആദർശത്തിൽ പിഴച്ചത്? ബിദ്അത്തുകാരോട് സലാം ചെല്ലാൻ പാടില്ല എന്നൊരു പാഠപുസ്തകവും അതുപോലെ മഹാനരായ അബുൽ ഹസൻ അലി നദ്വി എന്ന മഹാനവറുകൾക്കൊപ്പം ഇരുന്നു എന്ന 2 തെറ്റുകൾ കാര്യമായി എടുത്തു ധരിച്ചു. ആ ആരോപണം വന്നിട്ട് 4 വർഷം കഴിഞ്ഞപ്പോ 5 വർഷം കഴിഞ്ഞപ്പോ ഇവരുടെ ഇർഫാദ് മാസികയുടെ എഡിറ്ററായിരുന്ന PMK ഫൈസി ലക്നൌവിൽ പോവുകയും അവിടുന്ന് മഹാനായ അലിമിയാന്റെ അടുത്ത് പോവുകയും അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ അടുത്ത് പോവുകയും അവിടുത്തെ ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹം 4 ത്വരീഖത്തുകൾ സിക്ർ നൽകുന്ന മഹാനാണെന്ന് ഇവിടെ വന്നിട്ട് ഇർഫാദിൽ എഴുതി വെച്ചു. എന്റെ കയ്യിലുണ്ട് ഇർഫാദ്. ഇവരുടെ ആദർശത്തിന്റെ അവസ്ഥ പറയുന്നത്. ഒരു കാലത്ത് ബിദ്അത്തുകാരനെന്ന് വിളിച്ചു പറഞ്ഞവർ തന്നെ 4-5 കൊല്ലം കഴിഞ്ഞപ്പോ മഹാനാണെന്ന് ആ മഹാനെ കുറിച്ച് പറഞ്ഞു. അവരെ വെച്ചാ ശംസുലുലമയെ ബിദ്അത്തുകാരാക്കിയത്. അത് കഴിഞ്ഞിട്ട് മറ്റൊന്നിവർ പറഞ്ഞതെന്താ? ശംസുലുലമ മുസ്ലിം ലീഗിന്റെ ആലയിലേക്ക് സമസ്തയെ കിട്ടി. കാരണം എന്തായിരുന്നു? ശംസുലുലമ ഒരു ദിവസം കാറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ, സിറാജിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്, കാറിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ മറുപക്ഷത്ത് നിന്ന് ഡോക്ടർ MK മുനീർ സാഹിബിന്റെ യൂത്ത് ലീഗ് പ്രസിഡന്റായിരുന്ന കാലത്തുള്ള ഒരു യാത്ര നടക്കുകയാണ്, യുവജന യാത്ര. അന്ന് കാൽനടയായുള്ള യാത്രയാണ്. ആ യാത്ര കടന്നു വരുന്ന വഴിയുടെ മറുപക്ഷത്ത് ശംസുലുലമ എത്തിയപ്പോ സമുദായത്തിന് വേണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്തുണക്കണം എന്നർത്ഥത്തിൽ ആശീർവദിക്കാൻ വണ്ടി സൈഡിൽ നിർത്തി ഇറങ്ങിയില്ല. വണ്ടി സൈഡിൽ നിർത്തി ശംസുലുലമ അവിടെ ഇരുന്നു. ശംസുലുലമയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ജാഥാംഗങ്ങൾ മുനീർ സാഹിബിന്റെ നേതൃത്വത്തിൽ ശംസുലുലമയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അനുഗ്രഹം വാങ്ങാൻ പോയപ്പോ ശംസുലുലമ കടിച്ചുകൊണ്ടിരുന്ന ഓറഞ്ചിൽ നിന്ന് 1-2 ഓറഞ്ച് എടുത്ത് മുനീർ സാഹിബിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഭവ്യതയോടെ അദ്ദേഹം അത് സ്വീകരിച്ചു. അദ്ദേഹം തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഇത് കണ്ട പത്രക്കാരൻ സിറാജുകാരൻ എഴുതി, ശംസുലുലമ മുസ്ലിം ലീഗിന്റെ ആലയിൽ സമസ്തയെ കെട്ടി എന്ന് പറഞ്ഞു പരിഹസിച്ചു. കാലം കറങ്ങിക്കൊണ്ടേയിരുന്നു കാന്തപുരത്തിന് പലതും നൽകാൻ. അങ്ങനെ കാലത്തിന്റെ കറക്ക് 25 കൊല്ലം പൂർത്തിയായപ്പോ
കാലത്തിന്റെ കറക്ക് സൂചി പിന്നോട്ടല്ല പോയത്, മുന്നോട്ടാണ്. കാന്തപുരത്ത് തിരിഞ്ഞു നോക്കിയിട്ട് ആ സൂചി പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്കുള്ള സമയം എടുത്തിരിക്കുന്നു, നിങ്ങൾ പരിഹസിച്ചതിന് നിങ്ങൾ തന്നെ സ്വയം മറുപടി നൽകേണ്ടുന്ന സമയം. ഈ അടുത്ത 7-8 മാസം മുമ്പ് കാരന്തൂർ മർക്കസിൽ ഇതേ MK മുനീർ സാഹിബിന് സ്വീകരണം നൽകി. ഷംസുലുലമ ഒരു കാലത്ത് ഓറഞ്ച് നൽകിയിരുന്നതാണ് പ്രശ്നമെങ്കിൽ മുനീർ സാഹിബിന് ഇവർ നൽകിയത് ബിരിയാണിയായിരുന്നു. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഇവരിനി മയ്യത്ത് നിസ്കരിച്ചാലും മയ്യത്ത് കുളിപ്പിച്ചാലും ഫോട്ടോ എടുത്ത് പത്രത്തിലിടും. ചുറ്റും വേണം 4 ആളെ ഫോട്ടോയും കാണിക്കും. എന്തിനാ? ഞങ്ങളെ സംഘടനയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് അറിയിക്കാൻ. എല്ലാം ഫോട്ടോജനിക്കാണ്. ഇവരുടെ ജന്മം മുതൽ എല്ലാം ഫോട്ടോ ആണ്. ഫോട്ടോക്ക് വേണ്ടി മാത്രമുള്ള ആളുകളാണ്, ഫോട്ടോക്കൊപ്പം മാത്രം ജീവിക്കുന്നവരുമാണ്. അങ്ങനെ ഇവർ ഫോട്ടോവുമായി നടക്കുന്ന ഇവർ ഫോട്ടോ എടുത്ത് ഇട്ടു. മുനീർ സാഹിബിന്റെ ബിരിയാണി കഴിക്കുന്ന ഫോട്ടോ അടക്കം ഇട്ടു. ഞാനത് സൂം ചെയ്ത് നോക്കി ഭക്ഷണം. അപ്പൊ അതൊരു പ്ലേറ്റിൽ പകുതിയോളം ഓറഞ്ചാ. എനിക്ക് ചിരി വന്നു അത് കണ്ടപ്പോ. കാരണം 25 കൊല്ലം മുമ്പ് ഒരു ഓറഞ്ച് ഷംസുലുലമ കൊടുത്തപ്പോ സമസ്തനെ ലീഗിന്റെ ആലയിൽ കെട്ടി എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് ഓറഞ്ചാ മുനീർ സാഹിബിന് കൊടുത്തത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഷംസുലുലമയുടെ ബുദ്ധിയും ഇവരുടെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം ജമ്മും കസറാക്കേണ്ട ദൂരമുണ്ട്. 25 കൊല്ലത്തെ വഴിദൂരം. ഷംസുലുലമ എന്താ ചെയ്തത്? മുനീർ സാഹിബിന്റെ രാഷ്ട്രീയമാണ് നോക്കിയത്. അത് സമുദായത്തിന് ഗുണം ചെയ്യുമെങ്കിൽ സമുദായത്തിന്റെ നന്മക്കും അസ്തിത്വത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി ഷംസുലുലമ പിന്തുണ നൽകി. പക്ഷേ മുനീർ സാഹിബ് എങ്ങാനും സുന്നിക്കെതിരെ പറഞ്ഞാൽ അവിടെ മറുപടി പറയാനും ഷംസുലുലമ ഉണ്ടാവും. ഇപ്പൊ കാന്തപുരം എന്താ ചെയ്തത്? ഷംസുലുലമ പോലെയാണോ? കാന്തപുരം ഏത് നേതാവ് വന്നാൽ എന്താ സ്വീകരിക്കന്നെ. ഷംസുലുലമയെ കുറ്റം പറഞ്ഞ് ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞവർ, അവസാനം ഷംസുലുലമ പറഞ്ഞതിനെ തിരിച്ചറിയാൻ കഴിയാത്തവർ, അന്ന് കുറ്റം പറഞ്ഞവർ, ഇപ്പൊ എന്തായി? ഇപ്പൊ അവസാനം അന്ന് പറഞ്ഞത് ബാങ്കിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗിനെ നമ്മൾ പിന്തുണക്കാൻ പാടില്ല. എന്തേ മുസ്ലിം ലീഗ് ബാങ്കിലേക്കുള്ള മത്സരം നിർത്തിയോ? ഇപ്പോ നിർത്തിയോ? നിങ്ങൾ സ്വീകരിച്ചില്ലേ? ഇപ്പൊ കൂടെ എന്തൊക്കെ കാരണങ്ങൾ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നോ? എല്ലാ ഓഡിയോകളും ഇന്നും ലഭ്യമാണ്. പാണക്കാട്ട് തങ്ങന്മാരെ വിളിച്ചു പറഞ്ഞ് പരിഹസിച്ച പഴയകാലത്തെ പ്രഭാഷണത്തിലെ വാചകങ്ങൾ മറന്നിട്ടില്ല. അതിന്റെ ശബ്ദം ഇന്നും അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും പരിഹാസത്തോടെ ഇപ്പോഴും പലരും പറയുന്നുണ്ട്. എന്നിട്ടും പറയണം മുസ്ലിം ലീഗിന്റെ കൂടെ ഞങ്ങള്. ഇവര് മുസ്ലിം ലീഗുകാരാണത്രേ. ഇവരെ മുസ്ലിം ലീഗിന്റെ കോലം കാന്തപുരം കഴിഞ്ഞ മർക്ക സമ്മേളനത്തിൽ പറയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗാന്ന് പറയും. ഇവരുടെ തന്നെ പത്രത്തിൽ അവിടുന്ന് ഇറങ്ങിയ ഒരു സുവനീറിൽ മൂപ്പരായിട്ട് അഭിമുഖത്തിൽ ചോദിച്ചു, ഉസ്താദിനെ കമ്മ്യൂണിസ്റ്റുകാരനായി പറയുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും. അപ്പൊ മൂപ്പര് പറയാണ്, ഞങ്ങൾക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലാണ്. പക്ഷേ CPM-നോട് ഞങ്ങൾക്ക് ചില ബന്ധങ്ങളുണ്ട്. പണ്ട് ഞങ്ങൾ അവർ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേക ബന്ധമുണ്ട്. എന്നിട്ട് പറയാ CPM-ആയിട്ട് ബന്ധമുണ്ട് എത്ര, സ്നേഹമുണ്ട് എത്ര, മുസ്ലിം ലീഗുമാണ്. ഈ ലീഗ് ശരിക്കും ബത്തക്ക പോലെയല്ലേ? പുറത്ത് പറയാ ഞങ്ങൾ ലീഗാണ് പച്ച കളർ, മുറിച്ചാൽ ഇവരെ പിടിച്ച് മുറിച്ചാൽ കമ്മ്യൂണിസ്റ്റാണ്. ആ പാർട്ടി തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരു മണ്ഡലം തിരിച്ചറിയുന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങളുടെ ഹുസൈൻ രണ്ടത്താണി മത്സരിച്ചപ്പോ ഞങ്ങളെ ഏൽപ്പിച്ചത്, എന്നെ അടക്കം മുഖപത്രം ഇറക്കാൻ ഏൽപ്പിച്ചത് എന്തിനാ? രണ്ടത്താണിയെ വിജയിപ്പിക്കാനാ. അന്ന് MP നമ്മൾ ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മൂപ്പര് MP ആവുമെന്ന് പറഞ്ഞതാ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ അന്ന് ഉപയോഗിച്ച സിം ഓഫ് ചെയ്തതാ, ഇന്ന് വരെ ഓണാക്കിയിട്ടില്ല. ഞാൻ ഉസ്താദ് പറഞ്ഞു കേട്ട് ഞാൻ ആ പത്രത്തിൽ 72,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു. മത്സരം വോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോ ET സാഹിബ് ഇങ്ങനെ മുന്നേറുമ്പോ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, അല്ല സുഹൃത്തെ 72,000 കിട്ടൂലേ? ഞാൻ പറഞ്ഞു, ഓ കിട്ടും. മെല്ലെ അങ്ങോട്ട് ഓഫ് ചെയ്തു. ഉസ്താദിനെ വിശ്വസിച്ച വണ്ടി കയറിയാൽ ശരിയാവില്ല, അത് മനസ്സിലായി. അയാളെ വിശ്വസിച്ച എത്ര പാവങ്ങളുടെ അവസ്ഥയാ. പാവം കുറ്റിപ്പുറത്തൊരു നൂറുണ്ടായിരുന്നു. നൂറിന്റെ അടുത്ത് ഒരുപാട് നൂറിന്റെ കെട്ട് മൂപ്പര് വാങ്ങിച്ചു. പക്ഷേ അവസാനം മൂപ്പരോട് ചോദിച്ചു, നൂറ് നിങ്ങൾക്കറിയോ? കുറ്റിപ്പുറോ? നൂറോ? എവിടെ? ഞാൻ പറഞ്ഞത് ഗുജറാത്തിലാ. നൂറും കുറ്റിപ്പുറം എവിടെയാണ്? ആരാ ചോദിക്കുന്നത്? നൂറ് പോട്ടെ, കുറ്റിപ്പുറം അറിയില്ല എന്ന് മൂപ്പര് പറഞ്ഞാൽ ഈ ജനങ്ങളിടയിലല്ലേ ഉസ്താദങ്ങൾ ജീവിക്കുന്നത്? മൂപ്പര കേരള യാത്രന്റെ പ്രഖ്യാപനം നടന്ന കുറ്റിപ്പുറത്താണ്. അന്ന് മൂപ്പരെ കണ്ണുകെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. തീവ്രവാദികളൊക്കെ കൊണ്ടുപോകും പോലെ പേരോടും പൊന്മളിയും കണ്ണുകെട്ടിയിട്ടാണോ കൊണ്ടുവന്നത്? ഇനിയിപ്പോ മൂപ്പരോട് ചോദിക്കാൻ, നിങ്ങളെ വീട്ടിന്റെ മുറ്റമുണ്ടോ? മൂപ്പര് പറയും, എനിക്കറിയില്ല, വീട് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് വേണം പറയും. അള്ളാഹു കാക്കട്ടെ ഉസ്താദങ്ങളെ, ഈ സമുദായത്തെ ഇനിയും കഷ്ടപ്പെടുത്തുന്നില്ല.
അത്രയേറെ എന്തും ചെയ്യും. അവസാനം മൂപ്പരായിട്ട് പറയാ, അറിയോ ഇല്ലേ എനിക്കറിയില്ല. ഇങ്ങനെ മുനീർ സാഹിബിന്റെ പേരിൽ സമുദായത്തെ പരിഹസിച്ച് പിളർത്താൻ വന്നവർ അവസാനം എന്തായി? ശംസുല്ലമയെ കുറ്റം പറഞ്ഞവർ, ആദർശ വ്യതിയാനം പറഞ്ഞവർ, അവസാനം സൗദി അറേബ്യയിലെ മുഫ്തിയായ ഡോക്ടർ സുദൈസി, ഷെയ്ഖ് സുദൈസി, അദ്ദേഹം പറയുന്നത് ഞാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയക്കാരനാണെന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. പക്ഷെ കാന്തപുരം എന്ത് പറഞ്ഞു? കാന്തപുരത്തിന്റെ കൂടെ കൂടിയതിനു ശേഷം, മൂപ്പരെ കണ്ടതിന് ശേഷം ഇവിടുന്ന് ഇവർ പോയി. എന്നിട്ട് ചുള്ളിക്കോട് ഹുസൈൻ സക്കാഫിയും മൂപ്പരും പോയിട്ട് അദ്ദേഹത്തെ കണ്ടു. ഒരു സമ്പന്നനെ പിന്തുണയോടെ കണ്ടതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാ വരുന്നതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് മൂപ്പര് കൈപിടിച്ചതിന് ശേഷം മൂപ്പര് മദ്ഹബിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ സുദൈസി സുന്നിയായത്രേ. ഇവരെ പ്രസംഗമാണ്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും കേൾപ്പിക്കുന്നില്ല. ചുള്ളിക്കോട് പ്രസംഗിക്കാണ്. ഉസ്താദ് പറഞ്ഞപ്പോ അദ്ദേഹം അത് അംഗീകരിച്ചു. നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇവർ നേരത്തെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. എന്നിട്ട് സുദൈസി സുന്നിയായത്രേ. എന്നാൽ സുദൈസി സുന്നിയായി എന്ന് പറയുന്നു, കൈ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാഠപുസ്തകത്തിൽ മുജാഹിദ് ജമാഅത്ത് എന്ന പേരെഴുതുന്നതിന് പകരം ബിദ്അത്തുകാരൻ എന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ ഒരുപാട് പുത്തൻവാദികളുണ്ട്, എല്ലാവരുടെയും പേര് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഉസ്താദിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ ശംസുൽ ഉലമ പിഴച്ചു എന്ന് പറഞ്ഞവർ അവസാനം എന്താ ചെയ്തത്? ഞാൻ മുജാഹിദ് ആശയക്കാരനാണെന്ന് പറഞ്ഞ സുദൈസിയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇവർ തന്നെ പുറത്തുവിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് കൈ പിടിച്ചു നിൽക്കുമ്പോ മുജാഹിദാണെന്ന് സ്വയം പറയുന്ന സുദൈസി അദ്ദേഹത്തിന് കൈ പിടിച്ചു നിന്നപ്പോ നിങ്ങളുടെ ഉസ്താദ് ഹലോ എന്നാണോ പറഞ്ഞത്? ഹായ് എന്നാണോ പറഞ്ഞത്? അസ്സലാമു അലൈക്കും എന്നാണോ പറഞ്ഞത്? പറഞ്ഞു തരണം നിങ്ങൾ. ശംസുല്ലമയുടെ പേരിൽ പരിഹാസത്തോടെ അവരുടെ ശംസുല്ലമക്ക് ആദർശത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞവരല്ലേ? എന്നിട്ട് പറഞ്ഞു ഈ സുദൈസി സുന്നിയൈന എന്ന്. നമുക്കൊന്ന് സുദൈസിന്റെ പ്രസംഗം ഒന്ന് കേട്ടോക്ക. അറബിയിലാണ്, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന അറബിയാണത്. അദ്ദേഹം പറയട്ടെ. تزكو أحوالكم وفي معارج القبول ترقى. إخوة الإسلام، ومن فضل الله على هذا المنهج السلفي الصحيح أن كتب الله له البقاء. ഇവരുടെ ഡിക്ഷണറിയിൽ എല്ലാറ്റിനും അങ്ങനെയാണ് അർത്ഥം. بينما تعيش كثير من الشعارات والدعوات العثار والاندثار، ولقد تفيأت بلادنا المباركة بلاد الحرمين الشريفين في تاريخها الإسلامي المشرق عقيدة سلفية ودعوة إصلاحية تجديدية أسفرت عن التمكين المكين لهذا الدين المتين بعد المراغمة مع جحافل الزيغ والباطل التي اندحرت بفضل الله فليلة العرنين. وكان من هذه الدعوات المباركات الطيبات الزاكيات دعوة الإمام المجدد إمام الدعوة الشيخ محمد بن عبد الوهاب رحمه الله وطيب. എങ്ങനെയുണ്ട്? ഇതാണ് സുന്നി. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ സലഫിയാണെന്നാ. അദ്ദേഹത്തിന്റെ മറ്റ് പ്രസംഗങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ സുദൈസിയുടെ കൈ പിടിച്ചു നിന്നിട്ട് ഇയാള് സുന്നിയാണെന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കട്ടെ, സമുദായത്തോട് ഈ വിധത്തിൽ ക്രൂരമായ വിധത്തിൽ മദ്രസകളെ രണ്ടാക്കി മാറ്റി ഇടച്ചുമരുകൾ ഉണ്ടാക്കി വെച്ചിട്ട് സമുദായത്തെ വെട്ടിമുറിച്ച കാന്തപുരത്തോട് ചോദിക്കുന്നു, ശംസുല്ലമയുടെ പേരിൽ ഇതിനേക്കാൾ വലിയ ആരോപണം നിങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും അതിനേക്കാൾ വലുത് നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ പ്രവർത്തകരും ചെയ്തു കൂട്ടുന്നതിലെ ഒരു പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കേട്ടത്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ വഹാബിസത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിന്റെ രൂപം മുഴുവനും സുദൈസി പറയുന്നുണ്ട്. എന്നിട്ടാ പിന്നെയും പറയുന്നുണ്ട് അദ്ദേഹം സുന്നിയാണത്രേ. ഈ മുജാഹിദിന് പണം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ സമസ്തക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പഴയകാലത്തെ മുഖം ഇത്തരം പ്രവർത്തനങ്ങളോട് വ്യക്തമാവാണ്. ഈ അടുത്ത ദിവസം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശരീഅത്തിനെതിരെ ഒരു കാലത്ത് വന്നയാളാണ് EMS. ഈ അടുത്ത കാലത്ത് മറ്റൊന്നും വന്നിരുന്നു, MES. രണ്ടും അക്ഷരത്തിന് ചെറിയ വ്യത്യാസമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ രണ്ട് സാധനങ്ങളെയും സമുദായം ഒരു കാലത്ത് ശക്തമായി വലിച്ചെറിഞ്ഞിരുന്നു. അയാള് ഈ അടുത്താണ് പർദ്ദയുടെ പേരിലും മുഖമൂടിയുടെ പേരിലും ഇസ്ലാമിക സംവിധാനങ്ങളെയും വസ്ത്രധാരണത്തെയും പരിഹസിച്ച് രംഗത്ത് വന്നത്. ഈ പറയപ്പെട്ട വ്യക്തിയെ ഈ അടുത്ത ദിവസം കാന്തപുരത്തിന്റെ മർക്കസിന്റെ കീഴിലുള്ള കാന്തപുരത്തിന്റെ നാട്ടിലെ പൂനൂരിലെ മർക്കസ് ഗാർഡനിൽ കൊണ്ടുപോയി സ്വീകരിച്ചു. ആ ഫോട്ടോ ഇവരെന്നെ പുറത്തുവിട്ടു. ഇവരെന്നെ പറഞ്ഞ മറ്റൊരാളാണ് സാക്കിർ നായിക്. അപ്പൊ ചോദിക്കും, SKSFന്റെ സമ്മേളനത്തിൽ കൊണ്ടുവന്നിട്ടില്ലേ? കുറ്റിപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിലാണ്.
അതുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചിട്ടൊന്നുമില്ല. അയാൾ ആദർശത്തോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? ജാക്കിർ നായിക്ക് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു അഹ്ലെ ഹദീസുകാരനാണ്, അല്ലെങ്കിൽ ഒരു സലഫിയാണെന്ന് അയാൾ പറയാറുണ്ട്. ഇസ്തിയാസ അദ്ദേഹം എതിർക്കാറുണ്ട്, തവസ്സുലിനെ എതിർക്കാറുണ്ട്, തറാവീഹ് റക്അത്തുകളുടെ എണ്ണത്തിൽ അയാൾ എതിർക്കാറുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ അനുകൂലിക്കാറുണ്ട്. ബിദ്അത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹത്തിന്റെ സിഡികളൊക്കെ കേട്ടാൽ മനസ്സിലാവും. എന്റെ കയ്യിൽ ക്ലിപ്പുണ്ട്, അതൊന്നും ഇടാൻ സമയമില്ല. ഈ പറയപ്പെട്ട ഈ ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ചിട്ട് ഇയാള് വിദ്യാർത്ഥകാരനാണ് ഇവർ പറയാൻ. SKSF സമ്മേളനം നടത്തിയ വർഷങ്ങൾക്ക് മുമ്പ്, 15 കൊല്ലം മുമ്പാണ് കുറ്റിപ്പുറത്ത് നമ്മൾ കൊണ്ടുവന്നത്, SKSF കൊണ്ടുവന്നത്. അന്ന് ഞാനും ഏൽപ്പിക്കാറുണ്ട്. അന്ന് ഞാനടക്കമുള്ള അവിടെ നിന്ന് തിരിച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാത്ത കേരളത്തിലെ നേതാക്കളും പ്രവർത്തകരും ഒരു പ്രബോധകൻ എന്ന നിലയിൽ അന്ന് ഈ സംവിധാനങ്ങൾ പുരോഗമിച്ചിട്ടില്ല. ഇന്നുള്ള മീഡിയകളുടെ വികാസങ്ങളില്ലാത്തൊരു കാലത്ത് ഒരു നല്ല പ്രബോധകൻ, മതപ്രബോധകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. പിന്നീട് ഒരു വേദിയിൽ പോലും കേരളത്തിൽ നിന്നല്ല, കേരളത്തിന്റെ പുറത്തും SKSF ഡോക്ടർ ജാക്കിർ നായിക്കിനെ കൊണ്ടുവന്നിട്ടില്ല. അത് മാന്യതയുടെ പ്രതീകമാണ്. അറിയാതെ ഒരാൾ വന്ന് അദ്ദേഹം വിദഗ്ധകാരനെന്ന് ബോധ്യപ്പെട്ട പിന്നെ കൊണ്ടുവരാതിരിക്കാം. പക്ഷെ അവിടെയോ അറിയാതെ വരുന്നത് സാധാരണ, അറിഞ്ഞിട്ട് വരുന്നത് ഒരുപാടുമാണ്. ഞങ്ങളൊക്കെ മർക്കസ് പഠിക്കുമ്പോൾ ചില ദിവസം കാന്തപുരമുണ്ടാവും ഇമാമുക്കാർ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ സിക്ർ പോലും ചെല്ലുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നടന്നു പോകും. എന്റെ സംഭവം ബാക്കിൽ തന്നെ അറബിയും പോവും. അയാൾ വഹാബിയാണ്. അപ്പൊ മൂപ്പരിങ്ങനെ എഴുന്നേറ്റ് പോവും. നമ്മൾ കുറെ സമയം ഒന്നും മിണ്ടാതിരിക്കും, മരണ വീട്ടിലിരിക്കും പോലെ, മുജാഹിദിന്റെ മരണ വീട് പോലെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ഉസ്താദ് ഏകദേശം അങ്ങ് പോയി ഇമാമിനോട് ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. മൈക്കിന്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്ത് അപ്പുറത്തെത്തിയാ ഇവിടുന്നായിട്ട് ദിക്റും സലാത്തും ദുആവും തുടങ്ങും. എന്തിനാ മുജാഹിദ് കേൾക്കരുത് ഈ സംഭവം, ഇത് സുന്നിയാണെന്ന് മനസ്സിലാവരുത്. അതുപോലെ ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. അല്ലാതെ അവിടെ വന്ന് കുടുങ്ങാറുണ്ട് ചില ആളുകൾ. കോഴിക്കോടൊക്കെ വന്ന ചില അറബികളെ കണ്ട പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവർ ചെയ്തതുപോലെയാണോ നമ്മൾ ചെയ്തത്? നമുക്കറിയാതെ, ഇയാൾ ആരാണെന്നറിയാതെ ഒരിക്കൽ സ്വീകരിച്ചു പോയി. പക്ഷെ അതിനുശേഷം അയാളെ കേരളത്തിലൊരു വേദിയിലും SKSF കൊണ്ടുവന്നിട്ടില്ല. അത് മാന്യതയാണ്. ബോധ്യപ്പെട്ട കൊണ്ടുവരാതിരിക്കണം. പക്ഷേ അയാൾ വിദ്യാർത്ഥകാരനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് പ്രചണ്ഡ പ്രചരണങ്ങൾ നടത്തിയവർ അവസാനം ഈ കഴിഞ്ഞ റമദാനിൽ ദുബൈയിൽ വെച്ച് ഇവരുടെ നേതാവ്, കാന്തപുരത്തിന്റെ മകളുടെ ഭർത്താവ്, ഇവരുടെ SYSന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റൊക്കെയായ സി മുഹമ്മദ് ഫൈസി, മർക്കസിന്റെ മാനേജർ കൂടിയായ സി മുഹമ്മദ് ഫൈസി, ഇദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച്, സാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ച് നിൽക്കുകയാണ്. തൊട്ടിപ്പുറത്ത് കാന്തപുരത്തിന്റെ മകനുണ്ട്, അഥവാ സി ഫൈസിന്റെ മകൻ. അങ്ങനെ 3 പേര് നിൽക്കുകയാണ്. ആ ഫോട്ടോ സി ഫൈസി തന്നെ തന്റെ സോഷ്യൽ നെറ്റ്വർക്കിലെ തന്റെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ഉണ്ടാക്കിയ ഫേസ്ബുക്കിലെ സ്വന്തം അക്കൗണ്ടിൽ ഇദ്ദേഹം തന്നെ ഇടാൻ, വേറെ ആരും ഇട്ടതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. എന്ത് ചെയ്താലും പടച്ചവന്റെ ഓഫീസുണ്ട്, അത് പുറത്ത് ഭരണ കൊണ്ടുവരും. ഇവരെന്നെ കൊണ്ടുവരും. പണ്ട് സമസ്തക്കെതിരെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് 5 കൊല്ലം ഇവർ രജിസ്റ്റർ ചെയ്തു. ഭാരവാഹി പട്ടിക ആരും അറിയാതെ പുതുക്കി. പിന്നെ പേരോട് അവിടെ ഉണ്ടായാലും അത് പേടിക്കണോ? അതൊക്കെ മൂപ്പരനെ പുറത്തോട്ട് വരില്ലേ? മുതലക്കുള്ള സമ്മേളനത്തിൽ വെച്ച് മൂപ്പരൻ അത് വായിച്ചു. പിറ്റേന്ന് പോയിട്ട് സമസ്ത അത് തള്ളിക്കുകയും ചെയ്തു. അതാണ് പേരോടെ മഹത്വം. അതാണ് പേരോടുണ്ടെങ്കിൽ ദുനിയാവിൽ വേറൊന്നും പേടിക്കാനില്ല. ഒക്കെ മൂപ്പരനെ ശരിയായി കൊടുത്തോളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്കിപ്പോ സംശയം വരാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം. സമസ്തന്റെ ഏതെങ്കിലും SKSFന്റെ കുട്ടികളെ ഏൽപ്പിച്ചതാണോ പേരോടിനെ അത് നശിപ്പിക്കാൻ എന്ന് വരെ സംശയിച്ചു തുടങ്ങി. അള്ളാഹു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് തൗഫീഖ് ഇനിയും ഏറ്റി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ വിധത്തിലാ. ഞാനൊക്കെയുള്ള കാലത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന്. അപ്പൊ പേരോടിനെ പോലുള്ളവരൊക്കെ ചെയ്തു വെക്കുന്ന ഈ മനുഷ്യൻ ഫോട്ടോ ഇതിലിട്ടു, സി മുഹമ്മദ് ഫൈസി. അപ്പൊ തൊട്ടുതാഴെ ഇവരുടെ പ്രവർത്തകർ തൊട്ടുതാഴെ അടിച്ചു കൊടുത്തു, ഉസ്താദെ ഇയാൾ വഹാബിയാണ്, അയാളുടെ കൈയും പിടിച്ചു നിൽക്കുന്നത്. SKSF കണ്ടാൽ അവർ നമ്മളെ പരിഹസിക്കും. ഞാൻ തൊട്ട് ബാക്കിൽ പോയിട്ട് അടിച്ചു കൊടുത്തു. അള്ളാഹ് നിങ്ങൾക്ക് പേടിയില്ലെങ്കിലും SKSF പേടിയുണ്ടല്ലോ. ഞാൻ എന്തടിച്ചാലും എന്റെ ബാക്കിൽ തെറിയുണ്ടാവും. പക്ഷെ അതിന് മാത്രം കിട്ടിയില്ല. കാരണം ഞാൻ അത് എടുത്ത് പിടിക്കൂന്നറിയാം. ഞാൻ ബാക്കിൽ അടിച്ചു കൊടുത്തു. അപ്പം എല്ലാം ഇവരിങ്ങനെ പിന്മാറി. അപ്പൊ സി ഫൈസിന്റെ മറുപടി, സി ഫൈസി എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സി ഫൈസിയുടെ മറുപടിയാണ്, ജാക്കിർ നായിക്ക് നിങ്ങൾ പറയും പോലെ ഒരു മുജാഹിദല്ല. ജാക്കിർ നായിക്ക് പറയുന്നത് ഞാൻ മുജാഹിദാന്നാ. ജാക്കിർ നായിക്ക് നിങ്ങൾ പറയും പോലെ ഒരു മുജാഹിദല്ല. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുജാഹിദിന്റെ ആശയമല്ല. എന്നാൽ കേരളത്തിൽ തന്നെ അദ്ദേഹം
ാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഇവരുടെ സ്ഥാപനത്തിലേക്ക് ഒരുപാട് ഇവരുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇവരുടെ നേതാക്കൾക്കൊപ്പം വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നു. മർക്കസ് കോംപ്ലക്സിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും, അഥവാ എന്റെ ഭാര്യ കുടുംബത്തിൽ എന്റെ ഭാര്യയുടെ സഹോദരൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീറ നാസിമാൻ അബ്ദുറഹ്മാൻ പെരിങ്ങാടി, PP പെരിങ്ങാടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അയാളോട് ഞാൻ സലാം ചൊല്ലിയിട്ടില്ല. പക്ഷേ അയാളുമായി ബന്ധങ്ങൾ പുലർത്താറുണ്ട്. ഞാൻ സലാം ചെല്ലാൻ പോകാറില്ല. അയാളുടെ കയ്യും പിടിച്ച് ഇവരുടെ സെക്രട്ടറിമാരിൽ അഖിലേന്ത്യാ സെക്രട്ടറിയായ അലി അബ്ദുള്ള കയ്യും പിടിച്ച് ഇറങ്ങി വരിക. എന്നിട്ട് യാത്ര പറയാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരുന്നു, പഠിച്ചോനെ, നേതാവ് ഇങ്ങനെയും പാവ അന്യായ ഞാൻ ഇതുവരെ ഭാര്യയുടെ ആങ്ങളായിട്ട് പോലും സലാം ചൊല്ലിയിട്ടില്ല. ഇവരുടെ അവസ്ഥയാണ്. ഇതാണ് ഇവരുടെ ആദർശം പറയുന്നതിന്റെ അവസ്ഥ. അള്ളാഹു കാക്കട്ടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇവർ തീവ്ര ആദർശം പറയും. ആദർശത്തോട് ഇവർക്കൊരു കൂറുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇവർ സമസ്തക്കെതിരെയാ കളിച്ചത്. സമസ്ത മണ്ഡല സമ്മേളനവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളെ പ്രഭാഷണം. നമുക്ക് അങ്ങോട്ട് പോവാം. ഏതാണ് സമസ്ത? യഥാർത്ഥ സമസ്ത ഏതാണെന്ന ചോദ്യം എന്നുണ്ട്. സമസ്തയുടെ പേരിൽ സമസ്ത ജനങ്ങളോട് കൈത്താങ് ചോദിച്ചു. എന്തിനു വേണ്ടി? ദഅവത്തിന് വേണ്ടിയാണ് കൈത്താങ് ചോദിച്ചത്. ഇവരെന്താ ചോദിച്ചത്? പശുവിനെ വാങ്ങാൻ കയറ് തരുമെന്നാ, അല്ലെങ്കിൽ വാങ്ങിയ പശുവിനെ കെട്ടാൻ കയറ് തരുമെന്നാ ഇവർ ചോദിച്ചത്. സമസ്ത അത് ചോദിച്ചില്ല. ഇവരെ സംഘടന പശുവിനെ വാങ്ങാനാണ് അത്ര ഉണ്ടാക്കിയത്. അത് ഇവിടുത്തെ കർഷകരുണ്ട്. അതിന് സമസ്ത വേണോ പശുവിനെ വാങ്ങാൻ? എന്നിട്ട് ഉസ്താദ് പറയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല ശുദ്ധമായ പാല് കുടിക്കാൻ വേണ്ടിയാണ്. പാല് കുടിക്കാനാണ് അത്ര പിരിവ കേൾക്കേണ്ടത്. ഉസ്താദ് പറയാണ് 60,000 രൂപ വരുമെന്നാ പറയുന്നത്. അല്ല 80,000 വരും. രണ്ട് മൂപ്പരനാ പറയുന്നത്. പിരിവിന്റെ കാര്യത്തിൽ മൂപ്പർക്ക് താഴോട്ട് പോകുന്ന പരിപാടിയില്ല, മേലോട്ടേ പോകും. ഈ അടുത്തെന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് എനിക്കൊരു റെസീപ്റ്റ് അയച്ചു തന്നു. പിരിവെടുത്ത റെസീറ്റ് വരും. മർക്കസിലെ ചപ്പാത്തി മെഷീന് വേണ്ടിയുള്ള പിരിവിന്റെ റെസീറ്റ്. ഞാൻ അത് കൊണ്ടുവന്നില്ല. സാധനന്റെ ആവശ്യമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരും. ചപ്പാത്തി മെഷീൻ. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, ഉസ്താദിനോട് പറയണം ചപ്പാത്തി മെഷീനിലെ പിരിവൊന്നും ഇനി നടത്തരുത്. ഇങ്ങനെ ചെറിയ ചെറിയ പിരിവിന് പകരം നോട്ടടിക്കുന്ന മെഷീൻ വാങ്ങാനുള്ള ഒരു പിരിവ് നടത്തും. ഞാൻ തന്നെ സംഭാവന തരാനായി തയ്യാറാ. 50,000 വേണം ഞാൻ തരാം, എവിടെ നിന്നും ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ ഈ സമുദായത്തിന് പിരിവിന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. നോട്ടടിച്ചാ പോരെ. പറ്റുമെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. പോലീസ് കണ്ടാ പോയിക്കോളുമല്ലോ ഇവരൊക്കെ. രണ്ടും കൂടാണ്. അതാണ് പിരിവ്. എന്ത് വന്നാലും പിരിവ്. ഇനിയിപ്പോ കാന്തപുര ഉസ്താദിന്റെ ഗോശ്രീ യാത്ര എന്ന് പറയേണ്ടി വരുമോ? ഗോകുലം ഗോപാലിനൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള്. കാന്തപുര ഉസ്താദിനെ ഇനി ഗോകുലാക്കണോ? സംഭവം അങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളത്. അപ്പൊ ഉസ്താദ് ഇപ്പൊ ചെയ്യുന്നത് എന്താ സംഭവിച്ചത്? പാവ AP പ്രവർത്തകർക്കറിയില്ല. ഗ്രീൻ ട്രൈബ്യൂണൽ പറഞ്ഞു അവിടെ ഒരു പണിയെടുക്കാൻ പാടില്ല. അതീവ സെൻസിറ്റീവ് ഏരിയയാണത്. ആ സ്ഥലത്ത് പ്രകൃതി ദുരന്തങ്ങൾ പോലും ഇനി സംഭവിക്കാൻ പോകുന്ന രൂപത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു, ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞു. അപ്പൊ വരെ സിറാജ് പറഞ്ഞു. അതാണല്ലോ നമ്മളെ ഹരിത ട്രിബ്യൂണലിനേക്കാളും വലിയ സാധന സിറാജ്. ഏത് 4 or 5 കോപ്പി ഓരോ നാട്ടിലുള്ള ഓലപ്പടക്കം പോലത്തെ ഒരു സാധനം. അവര് കോടതിയേക്കാൾ വലിയ വിധിയാ പറഞ്ഞത്. എന്താ? ഞങ്ങളെല്ലാവരും വിട്ടു, ഫ്രീ ആക്കി വിട്ടു, സ്റ്റേ ഒഴിവാക്കി. നിങ്ങൾക്ക് പണി അധികം തരിയത്. താൽക്കാലിക ഇഞ്ചക്ഷനെ മാറ്റി സ്ഥിരമായി നിങ്ങൾക്ക് പണിയാ തന്നത്. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് കാന്തപുരം ഇപ്പൊ പറയുന്നത്. 25 ഏക്കർ ഉണ്ട്, അവിടെയാ കൃഷി നടക്കുന്നത്. 25 ഏക്കറിൽ തന്നെ ഈ കേസുള്ളത്. ഇനി ബിൽഡിംഗ് പണി പറ്റൂല. അപ്പൊ പിന്നെ പറ്റുന്ന പണി എന്താ? പശുവിനെ കെട്ടുക. ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ താഴെ പശുവിനെ കൊണ്ട് കെട്ടുക. എന്നിട്ട് ഇവർ പറഞ്ഞതെന്താ? സുപ്രഭാതം അത് പുറത്തു കൊണ്ടുവന്നു. ബീവറേജസ് കോർപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മള്. അതുപോലെ പലതിനും വേണ്ടി ഇവർ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ അപേക്ഷ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ സിറാജ് നിഷേധിച്ചു. ഇവർ പറഞ്ഞു, സിറാജ് പറഞ്ഞതെന്താ? അതിനെ നിഷേധിച്ചു, സ്റ്റേ നിഷേധിച്ചിട്ട് ഇന്നും പറയുന്ന SSFകാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സിറാജ് നിൽക്കട്ടെ, സുപ്രഭാതം നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ, നിങ്ങളെന്താ പറഞ്ഞത്? കോടതി അങ്ങനെ പറഞ്ഞു എന്നല്ലേ? നമുക്കൊന്ന് പോവാം. നിങ്ങളെ എന്ത് പോയിലാണ്? കഴുതപ്പോയിലോ കൈതപ്പോയിലോ? രണ്ടും യോജിക്കും. കൈതപ്പോയിലിൽ പോയിട്ട് നമുക്കൊരു പരിശോധന നടത്താം. ഞങ്ങൾ പറഞ്ഞ, സുപ്രഭാതം പറഞ്ഞ, അല്ലെങ്കിൽ വക്കീലുമാർ കേസ് വാദിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പണി വാങ്ങി തന്ന 25 ഏക്കറിൽ പണി നടക്കുന്നുണ്ടെന്ന് കാണിച്ചു തന്നാൽ
നിങ്ങളെ ഉസ്താദിന് വേണ്ടി പരസ്യമായി മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാ. 25 ഏക്കറിൽ പണിയുണ്ടോന്ന് കാണിച്ചു തരാം. സിറാജിലല്ല കാണിക്കേണ്ടത്. സിറാജിലുള്ളവർക്ക് തന്നെ പണിയില്ല, പിന്നല്ലേ നിങ്ങൾ പത്രത്തിൽ കാണുന്നത്. സുപ്രഭാതം ഇറങ്ങുന്ന ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സുപ്രഭാതം പുറത്തിറങ്ങുന്ന ദിവസം സിറാജിൽ കഞ്ഞിവെപ്പ് സമരം നടന്നത്. അതേ ദിവസം എന്റെ ഫേസ്ബുക്കിൽ ചെയ്താൽ കാണാം. അവിടെയുള്ള സിറാജിന്റെ പ്രധാനപ്പെട്ട ഒരാൾ തലേന്ന് രാത്രി എനിക്ക് അറിയിച്ചു വന്നു, രാമന്തളി ഇന്ന് നിങ്ങളെ ടെസ്റ്റ് അടിക്കുകയാണ്, ഞങ്ങളും അതിലാണ് പരിപാടി നാളെ. എന്താ പരിപാടി എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തന്നു, ഞങ്ങൾ നാളെ സിറാജിന്റെ വർക്കേഴ്സ്, ഇവിടുത്തെ ജോലിക്കാര് കഞ്ഞിവെപ്പ് സമരം നടത്താണ് സിറാജിന്റെ മുന്നിൽ. അത്രക്ക് നന്നു ആ ദിവസം തന്നെ. എന്തൊരു സന്തോഷ. സിറാജ് സുപ്രഭാതം വരുന്ന ദിവസം തന്നെ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ല, എന്നാലും ഹബീബ് പിറവി കൊണ്ട ഹബീബിന്റെ ആദർശം പ്രചരിപ്പിക്കാനുള്ള പ്രസ്ഥാനമായത്. ആ ദിവസം ബിംബങ്ങൾ തലകുച്ചി വീണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ സിറാജ് എന്ന ബിംബത്തിന്റെ മുന്നിൽ കഞ്ഞിവെച്ച് സമരം നടത്തുന്ന ഒരു രസകരമായൊരു സമരം സംഘടിപ്പിച്ചവർക്ക് നമ്മൾ എത്രയോ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇനി നിങ്ങൾ താക്കോലിട്ട് പൂട്ടുന്ന സമരം കൂടി നടത്തണം ആ പത്രം. എന്നാൽ ഈ സമുദായം രക്ഷപ്പെടും, ഈ നാട് രക്ഷപ്പെടും. സമുദായത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തന്നെ കുറച്ച് കുറ്റം കുറച്ച് തരും ആ പത്രം ഇറങ്ങാന്നാൽ. ആ സിറാജാണത്ര ഇതൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് അവിടെ പോയി നോക്കൂടെ. രണ്ടാമത് കള്ളം പറഞ്ഞു. സിറാജിനെതിരെ സുപ്രഭാതം പറഞ്ഞൊരു തെളിവുണ്ടായിരുന്നു. ബീവറേജസ് കോർപ്പറേഷന്റെ ബീവറേജ് തന്നെ, അതൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. നോളജ് സിറ്റിക്കുള്ളിലെ ഈ സംഭവത്തെക്കുറിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ നിങ്ങൾ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇതാ നിങ്ങൾ നിഷേധിച്ചില്ലേ, സുപ്രഭാതത്തിൽ വന്നപ്പോൾ നിഷേധിച്ചില്ലേ. ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ നിങ്ങൾ കൊടുത്ത രേഖയുടെ സർവ്വ പേജ് ഇതെന്റെ കയ്യിലുണ്ട്. ഇതെന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ, ഇത് നിങ്ങളെ പ്രിയപ്പെട്ട നിങ്ങളെ വലിയ സുൽത്താൻ ഉലമന്റെ ഒപ്പാണിത്. നിങ്ങളെ ഉലമ ഇട്ട ഒപ്പാണിത്. സുൽത്താൻ ഉലമ ഒപ്പിട്ട് കൊടുത്തതാ. എവിടുന്ന ഇതൊരു മുദ്രപത്ര. ഇത് വാങ്ങിച്ചത് എവിടുന്നാണെന്നറിയോ? കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്ത് AP മുരളീധരൻ, മൂപ്പര് വേപ്പിയ കുന്നമംഗലത്തെ വേണ്ടർ AP മുരളീധരന്റെ കടയിൽ നിന്ന് നിങ്ങളുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിന്റെ പേരിൽ, മർക്കസ് സക്കാവത്ത് സുന്നിയ കാരന്തൂർ എന്ന പേരിൽ നിങ്ങളുടെ നേതാവ് 14/4/26/10/206 എന്ന നമ്പർ അവിടെ പോയി പരിശോധിച്ചാൽ മതി. വേണ്ടരുടെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന ഈ കോപ്പികളുടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അയാളുടെ രജിസ്റ്ററിൽ പോയി ചെക്ക് ചെയ്താൽ കാണാം. മർക്കസ് വാങ്ങിയ ഈ പേപ്പർ കാണാം. AP വിഭാഗത്തിന്റെ പ്രവർത്തകർ എന്നെ കേൾക്കാൻ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരിത് കേൾക്കണം, റെക്കോർഡ് ചെയ്യുന്നവരിത് കേൾക്കണം. എന്നിട്ട് ഇതിന്റെ മറുപടി കേരളത്തിൽ എവിടെയെങ്കിലും പറയണം. ഓൺലൈനിലൂടെ കേൾക്കുന്നില്ലേ? KCR എന്ന നമ്മുടെ പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളിലെ ഒരു പുതിയ കീഴ്ഘടകമായി ഇസ്തിഖാമയുടെയും മറ്റും കീഴിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഓൺലൈൻ റേഡിയോ ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ പ്രവർത്തകർ നമുക്ക് സേവനം ചെയ്യാൻ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. അവർ ശമ്പളം വാങ്ങിയിട്ടല്ല സേവനം ചെയ്യുന്നത്, ദഅവത്ത് എത്തിക്കാനാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു അവരുടെ ജോലിയിലും ജീവിതത്തിലും എല്ലാം ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ നന്മക്ക് വേണ്ടി ശബ്ദം അവരാണ്. ഈ നന്മയുടെ ശബ്ദം ലോകമെത്തിക്കുന്നത് അവരാണ്. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, ആൻഡ്രോയിഡ് മൊബൈലുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ വിനിയോഗത്തിന്റെ യഥാർത്ഥ സാധ്യതയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ മൊബൈലിൽ നമുക്ക് ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഖുർആൻ പരിഭാഷ നമ്മുടെ മൊബൈലിൽ കിട്ടും. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടും പൂർണ്ണമായി. അതുപോലെ സിക്റുകളെ കുറിച്ച് SKSS പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ നമുക്ക് മജ്ലിസുൻ നൂറും കിട്ടും. അതോടൊപ്പം പ്രാർത്ഥനകളും ഇതൊക്കെ കിട്ടുന്നതോടൊപ്പം ബിദ്അത്തുകാരന്റെ മുന്നിൽ പോയി നിന്ന് മുട്ടുവിറക്കാതെ ആദർശം പറയാൻ അഹ്ലുസുന്ന എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഇതാണ് സമസ്തയുടെ കീഴ്ഘടകം. ഏറ്റവും ചെറിയ കീഴ്ഘടകം, ഏറ്റവും ചെറുതിൽ ചെറുതായ SKSS ചെയ്ത സേവനാണ്. അതിന്റെ റേഡിയോ ആയ KCRഉം നമുക്കവിടെ കിട്ടും. ആ KCR ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വീട്ടിൽ ഒരു 3000 രൂപയുടെ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുക. നമ്മളെ വീട്ടിൽ സ്ത്രീകൾക്ക് അതാണ്ട് വെച്ചുകൊടുക്കുക. പകൽ സമയത്തും രാത്രിയൊക്കെയുള്ള എല്ലാ ക്ലാസുകളും ആദർശ ചർച്ചകളും സംഘടനാ നീക്കങ്ങളും എല്ലാം അവർ കേൾക്കട്ടെ. നമ്മുടെ കുടുംബം ഒരു സമസ്തയെ സ്നേഹിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. അതിന് വേദിയൊരുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്നിട്ട് ഇത് കേൾക്കുന്ന AP വിഭാഗത്തിന്റെ പ്രവർത്തകരോട് സൂചിപ്പിക്കുക, നിങ്ങൾ ഉസ്താദ് ഒപ്പിട്ട് കൊടുത്തതാണിത്.
ഇത് കൊടുത്തത് ആരുടെ കൈവശമാണ്? ഇതിൽ അപേക്ഷയിൽ തന്നെ കാന്തപുരം തന്നെ പറയുന്നുണ്ട്, ഇത് കൊടുത്തിരിക്കുന്നത് PPA സൈർ എന്ന പേരിലുള്ള അഡ്വക്കേറ്റിന്റെ കയ്യിലാണ്. മഞ്ചേരിയിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. ഇയാൾ മുഖേന ഡൽഹിയിലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഈ മിനിസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് മിനിസ്ട്രിയുടെ കയ്യിലേക്ക് അപേക്ഷ കൊടുക്കുന്നു. ആരാണ് ഇതിന്റെ ഓണർ? ഇതിൽ പറയുന്നുണ്ട് മർക്കസു സഖാഫത്തു സുന്നിയ അൽ ബീവറേജ്. ഞാൻ അതിൽ കൂട്ടിയിട്ടില്ല, ഞാൻ കൂട്ടാൻ ബാക്കി വെച്ചതാ. വേണ്ടവർക്ക് ഓൺലൈനിൽ കേൾക്കുന്ന AP വിഭാഗം പ്രവർത്തകർക്ക് കൂട്ടാം. ബീവറേജസിന്റെ കേന്ദ്രത്തിന്റെ നിയന്ത്രണം നടത്തുന്നത് ഇപ്പൊ ഇവർ പറയുന്ന ബീവറേജസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലൈം ജ്യൂസിനെയാണ്. എന്റെ ചങ്ങായിമാരെ, കുറ്റിപ്പുറത്ത് പോയിട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണി ആയാലും റോഡിലൂടെ 6 കാലിലും 8 കാലിലും നടക്കുന്ന ആളുകളുണ്ടാവും. അവരോട് പോയി ചോദിക്കാം ബീവറേജ് എന്താണ്? അവർ പറയും തിരിഞ്ഞു നോക്കടാ ബാക്കിൽ, ഞാൻ കുടിച്ചു വരുന്ന ആ സ്ഥലത്തു നിന്നാണ് ആ സാധനം അവിടെയാ കിട്ടുക എന്ന് അവര് പറഞ്ഞു തരും. അത്രമേൽ നിങ്ങൾ അതപ്പതിച്ചു പോയല്ലോ ബീവറേജിനെ കുറിച്ച്. അപ്പൊ ഈ സാധനം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് കൊടുത്തിട്ട് നിങ്ങളെ കളവ് പറഞ്ഞതാ ഞാൻ ഈ ബോധ്യപ്പെടുത്തി തരുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരോട് പറയാണ്, നിങ്ങളെ നേതാക്കൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. അവർ നിങ്ങളെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതിലാണ്. ഇതിൽ പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ പറയാണ് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഉസ്താദ്മാർക്ക് ആവശ്യം. അവിടെ ബീവറേജസ് വേണം, നേരത്തെ പറഞ്ഞില്ലേ ബാങ്ക് വേണം, അതിനകത്ത് വേറെന്ത് വേണം, രജിസ്ട്രേഷനിൽ ആവശ്യമുള്ളത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വേണം, അതുപോലെ CD വീഡിയോസ് DVDs. അത് പേരുണ്ട് CD തന്നെയാണ്, നമുക്ക് ഉറപ്പാണ്. ഏതായാലും ഇറങ്ങും വേണം. അത് ഇറങ്ങിയാൽ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. അത് ഇറക്കിക്കൊള്ളി. പിന്നെന്താ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. എന്താ സാധനം? ദഫാണോ അല്ല കൗണ്ടറാണോ? അല്ല. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും ഇതിന്റെ അർത്ഥം അറിയാം. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നറിയാം. ഇതിനാണോ നിങ്ങൾ മർക്കസ് ഉണ്ടാക്കിയത്? പറയണം നിങ്ങൾ. എന്നിട്ട് വേറൊരു സാധനം ബീവറേജസ്. എന്നിട്ട് മറ്റൊന്ന് വീഡിയോ എന്റർടൈൻമെന്റ് ഫിലിംസ്. എന്തേ ഈ വീഡിയോ എന്റർടൈൻമെന്റ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ? എന്നിട്ട് അതിനുശേഷം വേറൊന്ന് പറയുന്നുണ്ട് കൺസേർട്സ്. എന്തേ കൺസേർട്സ് എന്ന് പറഞ്ഞാൽ? കൺസേർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ക്യാബറ, ആണും പെണ്ണും തുണിയുരിഞ്ഞ് ആടുന്ന ഡാൻസ് നടത്തുന്ന ഡാൻസിങ്ങിനെയാണ് കൺസേർട്സ് എന്ന് പറയാ. കാരന്തൂരിലെ മർക്കസിന്റെ കീഴിലെ നോളജ് സിറ്റിയിൽ എന്തിനെ കൺസേർട്സ്? ബീവറേജസ് പോട്ടെ. ഇപ്പൊ കേരളത്തിൽ AP വിഭാഗത്തിന്റെ പ്രവർത്തകരെ പണി ഡിക്ഷണറി തരെയാണ്. ഇതിനൊക്കെ വേറെ അർത്ഥം കിട്ടുമോ? നോക്കിങ്ങള്, അർത്ഥം കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഈ കൺസേർട്സ് അടക്കം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെന്ന് സമസ്ത മുന്നേ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സമസ്തയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. അത് പേരോട് പറയട്ടെ. സമത്വ ഒരു തീരുമാനം എടുത്താൽ പേരോട് പറയുന്നുണ്ട്, സമത്വ ഒരു തീരുമാനമെടുത്താൽ അത് വെറുതെ അല്ല. ആ തീരുമാനം സമുദായത്തിന് എക്കാലത്തും അംഗീകരിക്കാൻ പറ്റുന്ന തീരുമാനമാണ്. അത് നമ്മുടെ ത്വരീക്കത്തുകളുടെ പേരിലായാലും പല ത്വരീക്കത്തുകളുടെ പേരിലും പഴയകാലത്തെ തീരുമാനത്തിന്റെ ആ ഏറ്റവും മഹിതമായ സന്ദേശം പോലും വിളിച്ചു പറഞ്ഞിട്ട് പേരോടങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. നമുക്കൊന്ന് പേരോടിനെ കേട്ടു നോക്കാം. 16 ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവരെ ശൈഖാനെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ സംശയാതരീഖത്തിനെ കുറിച്ച്, കൊച്ചൂര് തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് സംശയാതരീഖത്തിനെ കുറിച്ച്, നൂറുഷാ തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാൾ ശൈഖാണെന്ന് പറഞ്ഞ് ദുആർക്കാൻ നടന്നിരുന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായിട്ടൊരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിദ്
കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവർക്ക് ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ പറഞ്ഞിരുന്നു. എന്താ മുമ്പ് പറഞ്ഞത്? മുമ്പ് തീരുമാനമെടുത്തവരെ കുറിച്ചും ഇപ്പൊ എടുത്തവരെ കുറിച്ചും. എന്നിട്ടോ മുമ്പ് എവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്? ശംസിയ, കോരൂർ, ചോറ്റൂർ എല്ലാ തൊരീകത്തുണ്ട്. അതില് കൊണ്ടോട്ടി കൈയുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. അപ്പൊ അതിനിടയിൽ നിന്ന് കാന്തപുരത്തെ പുറത്താക്കിയത് വരില്ലല്ലോ, ഒഴിവാവില്ലല്ലോ. സമസ്തയെടുത്ത തീരുമാനമല്ലേ? അപ്പൊ കാന്തപുരത്തെ പുറത്താക്കിയത് വളരെ കൃത്യമായ ബോധത്തോടെ പഠിച്ച് തീരുമാനമെടുത്തതാണ്, വെറുതെ എടുത്തതല്ല എന്ന് പേരോടിന്റെ വാക്കുകൾ തന്നെ സമ്മതിക്കാം. കൃത്യമാണ്. പേരോട് എന്ത് പറഞ്ഞുകൊണ്ടുവന്നാലും. പിന്നെ അവസാനം ഒരു ഹാഫിദിനെ പറയുന്നുണ്ട്. കുറെ കാലം ഇവർ ആ സാധുവിന്റെ നേരെ ചാടിക്കയറുന്നത്. ഇപ്പൊ ഹാഫിദ് പ്രതികരിക്കാൻ തുടങ്ങി. ഹാഫിദ് തൽക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും ഒരു മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നൗഷാദ് ഹസനി. അയാളെ വെച്ചാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഹാഫിദും പൊന്മളിയും തമ്മിൽ ഏറ്റുമുട്ടാണ്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് പുതിയ സംഭവവികാസമാണ്, അത് നമ്മൾ കേൾക്കണം. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഹാഫിദ് തന്നെ, മൂപ്പര് ഹാഫിദ് തന്നെയാണ്, മർക്കസിലെ ഹാഫിദ്. എങ്ങനെയാണ് അയാൾ വളർന്നത്? കാന്തപുരത്തിന്റെ മകൻ നടത്തുന്ന കാന്തപുരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനം പൂനൂരിലെ സ്ഥാപനത്തിൽ മാസത്തിൽ സിക്റും ദുആവും സമ്മേളനം നടത്തിയ, ഇവരുടെ മുടിപ്പള്ളി എന്ന് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ച ശൂന്യാകാശത്ത് ശിലാസ്ഥാപനം നടത്തിയ പരിപാടിയിൽ ദുആ നടത്തിയ ആള് വ്യാജ ശൈഖാണെന്ന് ഇവർ പറയുന്നത്. അപ്പൊ ശരിയായി നിങ്ങളെ വാദത്തിൽ വ്യാജ പള്ളി, വ്യാജ ശൈഖ് ദുആവോട് അവസാനിപ്പിച്ചു. ഇനി നാളെ ഹാഫിദിന്റെ ആള് ഞാൻ മൂപ്പര് വ്യാജനാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ വരണ്ടോ. നിങ്ങളെ ഉസ്താദിന്റെ ആളുകളാ പറഞ്ഞത്. ആ പള്ളിയുടെ ശിലാസ്ഥാപനത്തിന്റെ അവസാനം ആ സീഡി എടുത്തു നോക്കിയാൽ ബൈത്ത് ചൊല്ലിയിട്ട് ഒരാൾ ദുആ ചെയ്യുന്ന കാണാം. അതാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ്. ഞാൻ ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഹാഫിദ് ഉസ്താദ് ഇവരുടെ സർവ്വ പരിപാടിയിലും പ്രാർത്ഥന നിർവഹിച്ച വ്യക്തിയായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തേക്ക് ഹാഫിദ് പറഞ്ഞയച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ഹാഫിദ് പറഞ്ഞയച്ചു പോയി എന്ന് മാത്രമല്ല, കാന്തപുരത്തിന് പനിയോ രോഗങ്ങൾ മൂർച്ഛിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഹാഫിദിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് കാന്തപുരം വെള്ളം മന്ത്രിപ്പിച്ചിട്ട് കുടിക്കും. ചെറിയ പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറി എ പി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ് ഈ ഹാഫിദ്, കുരുവട്ടൂർ സ്വദേശിയായ ഹാഫിദ്. അദ്ദേഹത്തിന് രോഗം വന്നാൽ ശിഷ്യന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അദ്ദേഹം മന്ത്രിച്ചു കൊടുക്കുന്ന വെള്ളമാണ് അവർ കുടിക്കാറുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്. മർക്കസിലെ ഉസ്താദുമാർ പോയി ഇദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാന്തപുരത്തിന്റെ കാരന്തൂർ മർക്കസിലേക്ക് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിനെ കൊണ്ടുവന്നത് ഈ ഹാഫിദായിരുന്നു. മാത്രമല്ല കാന്തപുരത്തിന് വേണ്ടി വേദികളിൽ നിന്ന് മുഴുവൻ ദുആ ചെയ്യുന്നതും സാധാരണ ഹാഫിദാണ്. ഇപ്പോഴും കാന്തപുരത്തിന് വേണ്ടി നൗഷാദ് ഹസനിയെ സമസ്തയിൽ നിന്ന് വരുന്നതിനെ തടഞ്ഞു നിർത്തിയിട്ട് കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയതും ഹാഫിദ് തന്നെയാണ്. ഹാഫിദ് ഉസ്താദ് ഓൺലൈൻ കേൾക്കുന്ന ആളും കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദ്, ഇപ്പൊ നിങ്ങളിത് കേൾക്കുന്നുണ്ടാവില്ലേ? കിട്ടിയില്ലേ കൊടുത്തതിന്? നിങ്ങൾ ശേഖുനാക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് കിട്ടിയില്ലേ? കിട്ടേണ്ട അത്ര കിട്ടി. പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ട എന്തുകൊണ്ടാ? നൗഷാദിനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് നൗഷാദ് നിങ്ങൾ ഉടുപ്പുണ്ട്, അതുകൊണ്ടൊരു മൈക്ക് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് കൊടുക്കാനുള്ള മൈക്ക് കിട്ടി. ഇപ്പൊ പൊന്മള നൗഷാദ് ഹസനി ഗ്രൂപ്പിനെതിരെ, അഥവാ കാന്തപുരത്തിന്റെ ഗ്രൂപ്പിനെതിരെ, അതാണ് നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, തല്ലുകൂടുന്ന ഗ്രൂപ്പ്. ഞാൻ ഈ അടുത്ത് ദ്വീപിലേക്ക് പോയി. ദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപിലാ പോയത്. ആന്ധ്രോത്ത് പോയപ്പോ ഒരു റോഡിന്റെ അപ്പുറത്തൊരു ജീലാനി എന്ന് പറഞ്ഞൊരു വലിയ ബിൽഡിംഗ്, അതിന്റെ ഇപ്പുറത്ത് സുന്നി മദ്രസ, അത്രയൊന്നും വലുപ്പമില്ല. രണ്ടും എ പി ഗ്രൂപ്പാ. ഒന്ന് ഈ ഹാഫിദിനെയൊക്കെ പിന്തുണക്കുന്ന ഒരു ടീമിന്റെ മദ്രസ, ഇപ്പുറത്ത് നമ്മളെ പൊന്മള മദ്രസ. എ പി ഗ്രൂപ്പ് ഇപ്പൊ രണ്ടായി. എ പിന്റെ ഗ്രൂപ്പ്, പി പൊന്മളുടെ ഗ്രൂപ്പ്. പണ്ട് നമ്മൾ പറയാറുണ്ട് കേരള കോൺഗ്രസ് പോലെ പിളർന്നു. പക്ഷെ ഇപ്പൊ കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞുകൂടാ. കാരണം എ പി ഗ്രൂപ്പ് പോലെ പിളർന്നു എന്ന് പറയണം കേരള കോൺഗ്രസിനെ കുറിച്ച്. ആ വിധത്തിലേക്ക് ഉപഗ്രൂപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു ഇനിയും അതിനെ സമുദായത്തിന് ശല്യമായതുകൊണ്ട് തന്നെ ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. സമുദായത്തിന്റെ ശത്രുക്കളാണ്. സമുദായത്തിന്റെ ശത്രുവിനെ ചിഹ്ന ഭിന്നാക്കണം നമ്മൾ ദുആ ചെയ്യാറില്ലേ? ഞാൻ ഒന്ന് കൃത്യമായി ദുആ ചെയ്താണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഹാഫിളിന്റെ ആളുകളും മറ്റുമായിട്ട് ഇപ്പൊ കേരളം മുഴുവൻ പ്രശ്നമാണ്. കോഴിക്കോട് വെച്ച് ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ നിന്നപ്പോ ഇവരുടെ ആളുകൾ കയറിപ്പോയി, വലിച്ചു പുറത്തിട്ടു. കരാട്ട മാശ അടക്കം വലിച്ചിട്ടു. ഓർക്കണം, കരാട്ട മാശ പോലും വലിച്ചിട്ടു. അതുപോലെ ഇവരുടെ അലവി സഖാഫി അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തിരൂരിനടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ വെച്ച് അലവി സഖാഫി ഹാഫിലിനെ ചീത്ത പറഞ്ഞു, കൊടുത്തു അടി അവിടുത്തെ മാനേജർ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനൊരു സ്ഥാപനത്തിന്റെ മാനേജറാ, ഞങ്ങളൊക്കെ കുട്ടികളെ ആവശ്യം വന്നാൽ ചിലപ്പോൾ തല്ലു. പക്ഷെ മാനേജർ പോയിട്ട് ഉസ്താദ്മാർ തല്ലുന്നത് ആദ്യമായിട്ട് കേൾക്കുക. എങ്ങനെയുണ്ട്? സ്ഥാപനത്തിന്റെ മാനേജർ പോയിട്ട് നേരിട്ട് തച്ചു. അലവി സഖാഫി മറിഞ്ഞതാ കിടക്കുന്നു, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ അലവി സഖാഫി, ചോഴിതവും അണിഞ്ഞ അയ്യോ പൊന്മുളസ്താതെ എന്ന് പാടേണ്ട അവസ്ഥയിലേക്ക്, ആ അവസ്ഥയിലേക്ക് എത്തി. അലവി സഖാഫി കിടന്നുരുളുമ്പോ മാനേജർ ഓടി പിന്നാലെ പോയി. രണ്ടാമത് വാരിയലിനെ നോക്കി നല്ലൊരു ചവിട്ട് കൊടുത്തു. ആ സമയത്ത് ചിലപ്പോ മഞ്ചേരി ഭാഗത്ത് ഒരുപാട് പ്രവർത്തിച്ച ആളാണ് അലവി സഖാഫി. വാര്യകുന്നത്തിനൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാവും, വാര്യലിനാണല്ലോ കിട്ടിയത്. ലാസ്റ്റ് അലവി സഖാഫി ആ ചവിട്ട് കൂടി കിട്ടിയപ്പോ എഴുന്നേറ്റ് ഓടിയത്രേ. പാവം സഖാഫി, എന്തു ചെയ്യാനാ? പൊന്മള ഗ്രൂപ്പിന് AP ഗ്രൂപ്പ് ചവിട്ടാണ്. എന്തായാലും അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ സമസ്തയെ പിളർത്തി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് തുടക്കാണ്, പേടിക്കണ്ട. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ ഓരോരുത്തരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും, ഓരോരുത്തർക്കും കിട്ടും. ഞാൻ പണ്ടേ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഞാൻ കുറെ ആളാക്കിയിട്ടാ പോകുന്നത്. ഞാൻ അവസാനം ജോലി ചെയ്ത സ്ഥാപനമാണ് അലവി സഖാഫിക്ക് ആദ്യം അടി കിട്ടിയ സ്ഥാപനം. അവിടുത്തെ മാനേജർ എന്റെ ഏറ്റവും അടുത്ത പഴയകാലത്തെ സുഹൃത്താണ്. ഇനി ഒരുപാട് ആളാ സംഘടനയിലുണ്ട്, അവരൊക്കെ തരും, നോക്കി നിന്നോളൂ. ഏത് സമയത്താണ് ചാവേർ ആക്രമണം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. നിങ്ങളെ സ്വന്തം ആളുകളാണ്, ഞങ്ങളാളല്ല. ഞാൻ അതിൽ പോന്നു, അവരൊക്കെ എന്നെ കുറ്റം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളെ സ്വന്തം ആളുകളാണ് അവരൊക്കെ. അങ്ങനെ അടിയോടടിയാണിപ്പോ. ഇപ്പോ AP ഗ്രൂപ്പിൽ പൊന്മള ഗ്രൂപ്പും AP ഗ്രൂപ്പുമാണ്. മറ്റൊരു പേരിപ്പോട്ടത്രേ, ചവിട്ട് ഗ്രൂപ്പ്, തല്ല് ഗ്രൂപ്പ്, ഇങ്ങനെയും പേര് വന്നു ഇവർക്ക്. വല്ലാത്തൊരവസ്ഥ. പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞതിന്റെ പരിഹസിച്ചതിന്റെ ഫലം ദുനിയാവെന്ന് കാണാൻ. ശംസുല്ലമയുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു പ്രാർത്ഥിച്ച ആ വീട്ടിലേക്ക് കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തപ്പോ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചത്രേ, കള്ളനെ പിടിക്കുന്ന പോലീസ്, കൊള്ളക്കാരെ പിടിക്കുന്ന പോലീസ് എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് നിഷ്കളങ്കനായ ആ പണ്ഡിതൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ പോലീസ് ഏത് സമയത്ത് ഇവരെ പിന്നാലെയാ, എന്തിന്റെ പേരിലായാലും പോലീസാണ്. ആ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു. തല്ലും വക്കണം വാക്കുവാണ്. അവസാനം ഹാഫിലിന്റെ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് പൊന്മള തീരുമാനിച്ചു പരിപാടി നടത്തണം. പൊന്മള പരിപാടി നടത്താൻ തീരുമാനിച്ചു. ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പൊ വിജയിച്ചത് ഹാഫിലിന്റെ ടീമാണ്. ഉള്ള പോലെ പറയണമല്ലോ, ഞാൻ രണ്ട് ടീമിന്റെ ആളല്ല, രണ്ടിന്റെ ആളല്ല ഞാൻ. എന്നാലും സത്യമുള്ള പോലെ ഇപ്പൊ ജയിച്ചത് ഹാഫിലിന്റെ ടീമാണ്. ഞാൻ പറയുന്നു, പറ്റുമെങ്കിൽ വെല്ലുവിളിക്ക് അലവി സഖാഫി, നിങ്ങള് സംവാദത്തിന് നിങ്ങൾ വെല്ലുവിളിച്ച് സംവാദം നടത്തി. ഞാൻ മധ്യസ്ഥനാവാ, പഴയ മധ്യസ്ഥനല്ലേ. ഞാൻ രണ്ടാൾക്കും പറ്റുന്ന മധ്യസ്ഥനായിരിക്കും ഇപ്പോ. കാരണം നിങ്ങൾ പറയാം, നിങ്ങൾക്ക് കംപ്ലൈന്റ് ഒക്കെ എന്നോട് പറയാം, ഞാൻ രണ്ട് വിഭാഗത്തിൽ മധ്യസ്ഥതയിൽ എത്തിച്ചേരാം. സംവാദം നടക്കട്ടെ. അലവി സഖാഫി പ്രസംഗിച്ചപ്പോ ഒരു മുത്താലിമ് ചോദ്യം ചോദിച്ചു. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുത്താലിം തന്നെയാ. മുത്താലിമിനോട് ഉത്തരം പറഞ്ഞ അവസാനം മുത്താലിമിനോട് ചോദിക്കുക, കാലിനടിയിലെ ചോപ്പ് മാറാത്ത നിങ്ങളോടാണ് മറുപടി പറയേണ്ടത്. പിന്നെ ഇത് നടക്കണമായിരുന്നു ആദ്യം. അയാളെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതിന് മറുപടി ഇവർ ലാസ്റ്റ് ഒരാൾ ചോദിച്ചു, പൊന്മുള ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ അലവി സഖാഫിന്റെ മറുപടി, പൊന്മുള ഉസ്താദ് പോയല്ലോ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചോദിക്കേണ്ടിയിരുന്നില്ലേ. മുഖാമുഖത്തിലെ മറുപടിയാണ്. പണ്ഡിതരെന്താ പറയാ, ഞങ്ങളോട് ചോദിച്ചാൽ ഉത്തരം പറയും, ഞങ്ങൾ എന്ത് ചോദ്യത്തിനും മറുപടി റെഡിയാണ് എന്ന് പറഞ്ഞവരുടെ ഉത്തരങ്ങൾ ഇപ്പൊ എവിടെ പോയി മുട്ടി? ആ അവസ്ഥയിലുള്ളത്. അപ്പൊ അതാ രണ്ടാമത്തെ ദിവസം ഇത് വ്യാജ ത്വരീക്കത്തിനെതിരാ. അപ്പൊ അത് അപ്പുറത്ത് ഇങ്ങോട്ട് നൗഷാദ് ഹസനി ഹാഫിദ് ടീമിന്റെ മറുപടി വ്യാജ ശരീഅത്തിനെതിരെ ആദർശ മുന്നേറ്റം. എങ്ങനെയുണ്ട്? വ്യാജ ശരീഅത്തിനെതിരെ ആദർശ മുന്നേറ്റം. എന്നിട്ട് പൊന്മണ്ണിട്ട് കൊട്ടി നന്നായിട്ട്. ഞാനിപ്പോ അത് ക്ലിപ്പിടുന്നില്ല. പേരോട് പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് എന്റെ ഒരു CD ഇറങ്ങും. അതെനിക്ക് കുറെ വേറെയും പറയാണ്ട്, ഇവരൊന്നും പറയാത്തത്. അത് ഞാൻ CD ആക്കിയിട്ട് ഇറക്കിക്കോളാം മൂപ്പര് പറയല്ലേ. അതുപോലെ ഞാനും അങ്ങനെ ഇറക്കിക്കോളാം.
അതിൽ നമുക്ക് പറയാം. അതിൽ നൗഷാദ് ഹസന് ചോദിക്കാണ്, അല്ല ഹയവാനെന്ന് വിളിക്കുക ആരെ? അലവി സഖാഫിനെ. ഈ ഹയവാനെ കണ്ടില്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ച് വെല്ലുവിളിച്ച് ഒന്നും അല്ലാതാക്കുകയാണ്. അലവി സഖാഫിയും പൊന്മള്ളിയും പേരോടിനും പേരെടുത്ത് പറഞ്ഞ് പരിഹസിക്കാം, എന്നിട്ട് വെല്ലുവിളിക്കുക. ഇപ്പൊ നാളെ മറ്റന്നാളെങ്ങാനും ആലുവയിലെ കുന്നത്തേരിയിലും ഉണ്ടത്രേ അലവി സഖാഫി പൊന്മഴ ടീം പ്രസംഗം. 3 ദിവസം കഴിഞ്ഞാൽ ഇപ്പോ ഏൽപ്പിക്കാനറിയില്ല ഇത്, എന്നാൽ ഞാൻ പുറത്തുവിടാം, നൗഷാദ് ഹസന്റെ മറുപടി ഉണ്ടത്രേ. ചിലപ്പോ അത് കഴിഞ്ഞാൽ ഞാനും ഉണ്ടാവും ബാക്കിൽ, സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് രണ്ടാക്കും എന്തൊക്കെയാ തെറ്റിയെന്നുള്ള പറഞ്ഞുതരാൻ ഞാൻ തന്നെ പറയാം. നമുക്കറിയാലോ, നിങ്ങൾ ഒന്നിച്ചുണ്ടായവരല്ലേ. ആ അവസ്ഥയിലേക്ക് ഇന്ന് പരസ്പരം അടി. എന്തൊക്കെയാ പറയുന്നത്? വ്യാജ ശരീഅത്ത് മാത്രമല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇവര് വിളിച്ചതെന്താ? വഹാബി എന്നാ വിളിച്ചത്. ചിന്തിച്ചു നോക്കൂ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വഹാബിയാണെന്നാ പറയുന്നത്. കൊടുത്ത് തിരിച്ചിട്ട് നോക്കൂ. ഇവരെ സമസ്തന്റെ സെക്രട്ടറിയാ പൊന്മള വഹാബി എന്നാ പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴും നമുക്ക് മറന്നു പോകേണ്ടാത്തൊരു സംഭവമുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കാൻ പറയാണ്. നമ്മളെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പ് പള്ളി എടുക്കുമെന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ചിരുന്നു. കൊല്ലം കഴിയുമ്പോൾ ഓർമ്മിക്കണമല്ലോ. നിങ്ങൾ കേട്ടതാണ്. എന്നാലും നമ്മളെ പത്തപ്പിരിയം സഖാഫി ഇതിനിടയിൽ നമ്മളോട് വല്ലാതെ പറഞ്ഞ ആളാണ്. ഇപ്പൊ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം ഉള്ളുകൊണ്ട് ഹാഫിദ് ഗ്രൂപ്പാണ്. ഇപ്പൊ പ്രഖ്യാപിക്കാലോ നമുക്ക്. താഹിർ സഖാഫി ഹാഫിദ് ഗ്രൂപ്പാണ്. അയാള് ഇതാണ്. തൃശ്ശൂർ ജില്ലയിലുണ്ട് കുറെ നേതാക്കൾ, കുറെ ആളുണ്ട്. ഇനി പിളർപ്പ് നമ്മൾ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അമീബനേക്കാളും കഷ്ടമായിരിക്കും ഇതിന്റെ അവസ്ഥ. ആ നിലയിലേക്ക് പിളരുത്. ഇനി നമുക്ക് പത്തപ്പിരിയം പറയുന്നത് കേട്ടു നോക്കാം. പള്ളി വരുന്നതിനെ കുറിച്ച് നമ്മൾ അസൂയുണ്ടല്ലോ, അതിനെപ്പറ്റിയാ പറയുന്നത്. നമ്മൾ പിരിവ് നടത്തുമ്പോൾ അതിനെതിരെ കേസ് കൊടുത്തവരാണ് ഇവർ. കേസ് കൊടുത്ത ആളെ യോഗ്യത നമ്മൾ വായിച്ചതാ. പീഡന കേസിലെ പ്രതി മിനിമം യോഗ്യത അയാൾക്ക് ഉണ്ട്. ഏതായാലും ആ സംഘടനയെ പ്രവർത്തിക്കാനും കേസ് കൊടുക്കാനുള്ള. കേസ് കൊടുക്കാൻ കാരണം എന്താ? അവര് ധരിച്ചത് അവര് നടത്തും പോലുള്ള പിരിവാ നമ്മളും നടത്തുന്നതെന്നാ, വഞ്ചന ചെയ്യാനാണെന്നാ. അതുകൊണ്ടാ പറഞ്ഞത്. പക്ഷെ കോടതിക്ക് സത്യം അറിയാം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. വയനാട്ടിലെ പാവപ്പെട്ട 3 സഹോദരന്മാർ കൊടുത്ത 5000 രൂപ വീതം കൊടുത്ത റെസീറ്റ് കണ്ടു. 5000 രൂപ വീതം. സമസ്ത എത്ര പറഞ്ഞു? 100 രൂപ. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി, ഏറ്റവും സാന്ദർഭികമായി പറയാൻ യോഗ്യനും കൂടി ഞാനാണ്. എന്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ കൂട്ടുകാരോടൊന്ന് പറയട്ടെ, സമസ്തയുടെ പ്രവർത്തകർ അല്പം ഒന്ന് ഉറങ്ങിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ ഈ പുതിയ കേസുമായിട്ട് വന്നത്. അതോടെ പ്രവർത്തകർ 100 കൊടുക്കുന്നതിന് പകരം 1000-ന്റെയും 2000-ന്റെയും 5000-ന്റെയും കണക്കും പറഞ്ഞു വന്നു. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നന്ദിയുണ്ട്. താങ്ക്സ് ഇംഗ്ലീഷിൽ വേണമെന്ന് തരാം, നിങ്ങൾക്ക് അതിലധികം ഒന്നും തരാൻ കഴിയൂല. അതുകൊണ്ട് താങ്ക്സ്. നിങ്ങൾ ചെയ്തതെന്ന് നല്ല കാര്യമാണ്. ഇപ്പൊ എല്ലാവരും ഉണർന്നു. എന്റെ മഹലിന്റെ കഥ പറയാം. എന്റെ മഹലിൽ 1.5 ലക്ഷത്തിന്റെ മേലെ പിരിച്ചു. കൊടുത്തിട്ടില്ല ഇപ്പോഴും. ഞങ്ങളെ മഹലിലുള്ളവർ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇനിയും പിരിക്കുകയാണ്. എന്തിനാ? ഒരു മഹലിന്റെ കഥ പറയുന്നത്. എന്റെ മഹൽ എന്നാൽ കേരളത്തിലെ ഒരു മഹല്ലേ. 1.5 ലക്ഷം കഴിഞ്ഞു. അതെനിയും കൂട്ടാനുള്ള ശ്രമം നടത്തുക. ഓരോ ദിവസവും ഓരോരുത്തർ കൊടുക്കുന്നത് പണത്തിന്റെ എണ്ണം കൂടാ. എന്റെ AP വിഭാഗത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് സുപ്രീം കോടതിയിലും കൂടി കൊടുക്കണം. ഹൈക്കോടതിയിൽ ഇനി പോയിട്ട് കാര്യമില്ലല്ലോ. ഹരിത ട്രിബ്യൂണലിലും വേണം കൊടുത്തു വയ്ക്കോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ടാൽ തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാലോ. അങ്ങനെ നടക്കുകയാണ് ഈ സാധുക്കൾ. എന്നിട്ട് പറയാണ് സമസ്ത ഇവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനാണ്. നിങ്ങളെ പ്രവർത്തനത്തിനെതിരെ കേസ് കൊടുക്കാൻ എന്തിനാ ചങ്ങായിമാരെ? നിങ്ങൾ പറ്റിച്ച ബിസിനസ്സുകാരനില്ല ഒരുപാട്, അവർ കൊടുക്കൂലേ കേസ്? എന്തിനെ? സമസ്ത അതിലേ സമസ്ത കൊടുക്കുന്നുണ്ട്. പേര് പറഞ്ഞനെ കൊടുക്കും. നിങ്ങളുടെ ഈ മുടിയുടെ പേര് പറഞ്ഞപ്പോ സമസ്ത പേര് പറഞ്ഞു കൊടുത്തില്ലേ? സമസ്തക്കതിനെ. അല്ലെങ്കിൽ നിങ്ങളെ പേടിക്കേ. ആരെങ്കിലും മൂട്ടനെ കൊല്ലം ഇരുമ്പൊലൊക്കെ എടുക്കുവോ? നിങ്ങൾ ഈ 4ഉം 5ഉം എണ്ണം മാത്രമുള്ള ഈ സാധനത്തെ ഭയപ്പെട്ടിട്ട് സമസ്തയുടെ പ്രവർത്തകർ ഇങ്ങനെയാണോ? ഒരിക്കലും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ പത്തപ്പിരിയം പറയട്ടെ, ഇവരുടെ പിരിവിന്റെ കോലത്തിലുള്ള സാധനം, ഇവരുടെ പിരിവ് നമ്മൾ ഓർക്കണമല്ലോ. ഇവരുടെ പിരിവ് എന്തായിന്ന് പത്തപ്പിരിയം പിരിവ് നടത്തുമ്പോ ആവേശത്ത് പറഞ്ഞതാണ്. ഇപ്പൊ നമുക്കൊന്ന് കേട്ടോക്കാം. 22 അങ്ങനെ എതിർക്കാൻ തുടങ്ങി മാത്രമല്ല കുട്ടികളെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ പറയുന്നത്? ഒരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയോ
2 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയ ഏപ്പിസ്ഥാനുണ്ടെന്ന് വരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽ കില ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മിനാർ, അങ്ങനെ പലതും ആസ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാണ്. കുട്ടികളെങ്ങനെ പഠിക്കുക, ഇന്നാൾ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ മുഗളചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതുണ്ട്. ഉഹർവിയ പണ്ഡിതന്മാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്, വൽ ഹയാത്തുൽ അബദിയ്യ, മരിച്ചാലും മരിക്കാത്തവരായിട്ട് മാറും. അസൂയമൂത്തു, എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാണ്. ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരം എന്താ പറഞ്ഞത്? കാന്തപുരമേപ്പി അബൂബക്കർ മുസ്ലിയാർ എഴുതിക്കുന്ന പറഞ്ഞ എന്തെഴുതിക്കുന്ന് നമുക്ക് തിരിച്ചൊന്ന് ചോദിച്ചു നോക്കാം. ഉത്തരം അത് തന്നെ ആയിക്കോട്ടെ. ചോദ്യത്തിലൊരു വ്യത്യാസം വരുത്താലോ. 100 കൊല്ലം കഴിയണ്ട, 100 ദിവസവും കഴിയണ്ട, ഇന്ന് നമ്മളെ 100 ചോദിക്കും ചോദ്യം. ആ അവസ്ഥയിലേക്ക് എത്തി. എന്താ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ പിരിവെടുത്തിട്ട് ഇതാ പള്ളി വരുന്നു, ഞങ്ങൾ ഇപ്പോഴതിന്റെ പണി തുടങ്ങി, ഇനി കുറച്ചേ വേണ്ടൂ എന്ന് പറഞ്ഞ് വലിയൊരു പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് 40 കോടി പിരിവ് നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പിലെ ഏറ്റവും വലിയ പണ്ഡിതനെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? സഫുകാരാ, നിന്റെ പേരക്കുട്ടിയല്ല, നിന്റെ കുട്ടിയെന്നെ ഉത്തരവ് തണ്ടി വരും. സാക്ഷാൽ ശ്രീമാൻ കാന്തപുരമേപ്പി അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ എഴുതേണ്ടി വരൂലേ? ബാക്കി പറയട്ടെ 10 പേരും. മൂപ്പര് ആഗ്രഹം തീർക്കട്ടെ. ാകട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നാൽ അത് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ അസൂയമൂത്ത മുജാഹിദും ജമാഅത്തും തെബിലീഗും ഖാദിയാനിയും എല്ലാ യുക്തിവാദി മതപരാധിയും എല്ലാവരും കൂടെ എതിർക്കുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ബുദ്ധിയുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു, ഏപ്പിണ്ടാക്കിക്കോട്ടെ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിലായാലും അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമല്ലേ. ചുരുങ്ങിയത് SKSFകാരാ കാന്തപുരമൊരു പള്ളി ഉണ്ടാക്കിയാൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബത്തക്ക കച്ചവടമെങ്കിലും നടത്തി കാശുണ്ടാക്കിക്കൂടെ? അതെങ്കിൽ ഉസ്താദേ, ബത്തക്കയുടെ ലോറിയുമായി കൈതപ്പൊയിലിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് SKSFകാരായ ഞങ്ങൾ. എവിടെയാ പള്ളി? ഞങ്ങൾക്കതൊന്ന് കച്ചവടം ചെയ്യണം. ഈ ബത്തക്ക കേടുവരുന്നതിന് മുമ്പ് കച്ചവടം ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പള്ളിക്ക് മുന്നിലിരുന്ന് പിരിവെടുക്കാൻ പൂതിയുണ്ട് മോനെ, ഒന്ന് പറഞ്ഞു തരുമോ? ബത്തക്ക കച്ചവടം നടത്താമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ലോറി കയറ്റിയിട്ട് കുറെ കാലമായി നിങ്ങളെ പള്ളിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട്. നിങ്ങളൊന്ന് പള്ളി കാണിച്ചേരി, ഒന്ന് കാണിച്ചു തന്നൂടെ പള്ളി. ഇതാണ് ഈ സാധുക്കളുടെ അവസ്ഥ. ആവേശത്തിൽ എന്തെങ്കിലും പറയും. ഇപ്പൊ ഇത് വിഴുങ്ങാൻ പറ്റുമോ? ഇപ്പൊ അവസാനം എന്തായത്? ബത്തക്കയും പോയി, കച്ചവടവും പോയി, ഇപ്പൊ പശുവിലെത്തി. ഇനിയിപ്പൊ നിങ്ങൾ എയിലെത്തുക? ചാണകം കച്ചവടം പാക്കറ്റാക്കി SSF എഴുതുവോ? ആയിക്കോട്ടെ, ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, SSF എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഡക്റ്റിന് ഇടാൻ പറ്റുന്ന പേരാണ്, അല്ലാതെ ഒരു ഇസ്ലാമിക സംഘടനക്ക് പറ്റിയതല്ല. ചാണകം പാക്കറ്റ് ചെയ്തോളൂ, അതും ചെയ്യാലോ. ഈ കൃഷി തുടങ്ങിയാൽ, ഇതുപോലെയുള്ള പണി തുടങ്ങിയാൽ അവിടെ ചാണകം ഉണ്ടാവും. അത് പാക്കറ്റ് ചെയ്യുക, അതിന്റെ പുറത്ത് SSF ബ്രാൻഡ് ചെയ്ത് കൊടുക്കാം. SSFനെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന സാധനം നമ്മളിതുവരെ കേട്ട്. അപ്പൊ അതേ പേരിൽ അതേപോലൊരു സാധനം ഇറങ്ങിയാൽ എത്ര നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാവുന്നതാണ്. എന്തിനേയും കച്ചവടാക്കുന്നവരെ ഞങ്ങള് ആ നിലയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാം. ഇവര് സമസ്തക്കെതിരെ പറഞ്ഞ് ഞങ്ങളാണ് യഥാർത്ഥ സംസ്ഥ എന്ന് പറയുന്നവരാണ്.
ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ചോദിക്കുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിട്ട് സമസ്ത ഞങ്ങളുടെ യഥാർത്ഥ പ്രസ്ഥാനം ഞങ്ങളാണെന്ന് പറയുന്നവരോട് ഞാനൊന്ന് ചോദിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അവിടത്തേക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ഏറ്റി നൽകുമാറാവട്ടെ. ഈ സമുദായത്തിന്റെ പൂത്തണലാണ് ആ മഹാന്മാർ. അവരുടെ നേതൃത്വത്തിൽ, ചെറുശ്ശേരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, MT ഉസ്താദിനെ പോലെ, ആലിക്കുട്ടി ഉസ്താദിനെ പോലെ പ്രഗത്ഭരും ലോകം അംഗീകരിക്കുന്ന സൂക്ഷ്മാലുക്കളുമായ ഒരു കറ പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിശുദ്ധമായ ജീവിതം. വസ്ത്രത്തിൽ ഒരുപക്ഷെ ഇസ്തിരി കണ്ടെന്ന് വരില്ല. വസ്ത്രം ഒരുപക്ഷെ നിങ്ങൾ ധരിക്കുന്നത് പോലെ അത്ര വെളുത്ത നല്ല സുന്ദരമായ ഇസ്തിരിയിൽ അവർ നടക്കുന്നുണ്ടാവില്ല. പക്ഷേ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ, ചെറുശ്ശേരി ഉസ്താദിന്റെ, മറ്റു നേതാക്കളുടെ ജീവിതത്തിൽ ഒരു കറ പോലും പുരണ്ടതായി കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു സമസ്തന്റെ പണ്ഡിതന്റെയും കാണിക്കാൻ പറ്റില്ല. അവരുടെ പ്രവർത്തനത്തിലും വാക്കുകളിലും കാണിക്കാൻ പറ്റില്ല. അതാണ് അളക്കാനുള്ള മാനദണ്ഡം അവിടെയാ. എന്നാൽ ഞാൻ അളക്കുകയാണിപ്പോ. നിങ്ങൾ പറഞ്ഞു വെച്ച് അളക്കുകയാണ്. ഏതാണ് യഥാർത്ഥ സമസ്ത നമുക്കിപ്പോ അറിയാം. ഇവരുടെ സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി, മുഷാവറിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അത് പറയുമ്പോൾ ബഹുമാനം കൂട്ടണമല്ലോ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഇനി അയാളൊന്ന് കേട്ടോക്ക്. 102 ഇവരുടെ സമസ്തന്റെ അവസ്ഥയെ പറയുന്നത്. നമ്മളെ ജിന്നുകളുണ്ടാകും. എന്നോട് നേരിട്ട് ജിന്നുകളുണ്ട്. നിങ്ങളുടെ അതിന്റെ സസിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കൽ ഞാൻ റിഫായി റാത്തീവ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീവ് ചൊല്ലിച്ചു കുറ്റിയാടി സിറാജുലുദയിൽ നിന്ന് വടകരക്കാരനൊരു മുത്താലിം ഉണ്ടായിരുന്നു. ആ മുത്താലിം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ മുത്താലിമിനെ വിളിപ്പിച്ചു. എന്താണാ എന്നോട് അതേ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും വിട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് സാധിപ്പം വരും ദിക്ർ ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ടു വീണു. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ട് പറഞ്ഞത്രേ ജിന്നുകളാണത്, അത് സുന്നി ജിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ പറയും പോലെയുള്ള സുന്നിയായിരിക്കാം ആ ജിന്നും. ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ടല്ലോ അത്തരക്കാർ. AP ജിന്നായിരിക്കാം അത്, AP വിഭാഗം ജിന്നായിരിക്കാം അത്. പേരോട് ഉസ്താദേ, എന്നിട്ട് പേരോട് ജിന്നിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. മുജാഹിദിന്റെ ഒരു വിഭാഗം നിഷേധിക്കുമ്പോൾ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ പേരോട് പറയാണ്. ഇതെന്തിനാ പേരോട് പറഞ്ഞത്? മൂപ്പര് ജിന്നുമായിട്ട് ബന്ധമുണ്ട് തെളിയിക്കാനാണ്. അതേ പേരോട്, ഇവരെ സെക്രട്ടറിയാണ്, സെക്രട്ടറിയുടെ സ്വഭാവമാണ് പറയുന്നത്. അതേ പേരോട് പറഞ്ഞ ക്ലിപ്പ് മുജാഹിദിന്റെ ഒരു പണ്ഡിതനിട്ട് നാദാപുരത്തൊന്ന് ഇയാൾക്കിട്ട് കൊട്ടുകയാണ്. അങ്ങനെയാണ്. നാദാപുരത്തൊരു ഗണ്ണന മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണം. ആരൊക്കെയാ ഗണ്ണനം? ഹുസൈൻ സലഫി ഒരു ഭാഗത്ത്, പേരോട് ഒരു ഭാഗത്ത്. ഇങ്ങനെയായിരുന്നു പരിപാടി. ആ ഒരു ഭാഗത്ത്, രണ്ട് ഭാഗത്തും കൂടി നിന്നുള്ള ഗണ്ണനങ്ങൾ നടന്നപ്പോ ഈ ഗണ്ണനത്തില് നല്ല രസമാണ്. ആദർശമല്ല അവിടെ വലുത്. പേരോട് ഹുസൈൻ സലഫി പറയും, നീ ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറടാ, അപ്പം നിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുടുക്കി തരും. അപ്പൊ പേരോട് ഇപ്പുറന്ന് പ്രസംഗത്തിൽ ഇതൊക്കെ അതിലുള്ളതാണ്. കൃത്യമായി അതിന്റെ നിങ്ങൾക്ക് യൂട്യൂബ് കേട്ടാൽ അത് കിട്ടും. മറ്റൊരു ഭാഗത്ത് അപ്പൊ പേരോട് മറുപടി, നിന്നെ കൊണ്ട് ഞാൻ എന്റെ ചെരുപ്പെടുപ്പിക്കോടാ. ഇതൊക്കെ ആദർശ? ഇവരെ ഗണ്ണനത്തിന്റെ കോലാണ്. അപ്പോ ഹുസൈൻ സലഫി ഇപ്പുറത്ത് വന്നിട്ട് പറയും, പേരോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. രണ്ട് ഗണ്ണനവും അന്ന് അവിടുന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്. രണ്ട് ഗണ്ണനവും മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമാണ് ഉപകാരം ഉണ്ടായത്, അല്ലെങ്കിൽ മൈക്കാരന് ഉപകാരം ഉണ്ടായി. സമുദായത്തിനൊരു ഉപകാരം ഉണ്ടായില്ല. രണ്ടാളും പറഞ്ഞത് യഥാർത്ഥ സുന്നി ഇയാളും പറഞ്ഞില്ല. മുജാഹിദിസം പിന്നെ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. ഏതുപോലെയാ ഇവരെ ഗണ്ണനത്തിന്റെ അവസ്ഥ ഞാൻ പറയുന്നത്. വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട്. 2-3 ഗണ്ണന നമുക്ക് തിരിയും. ഒരു കള്ളുകുടി ഇങ്ങനെ നടന്നു വരിക. കള്ളുകുടിയൻ നടന്നു വരുമ്പോ അയാൾ കടല തിന്നാണ്. കള്ളുകുടിയൻ ബീവറേജസ് നേരത്തെ പറഞ്ഞില്ല, അവിടുന്ന് വരിക. അയാളെ കയ്യിൽ കടലുണ്ട്, 2 കയ്യിലും. അയാൾ കടല തിന്ന. കള്ളുകുടിയൻ വായിലേക്ക് എങ്ങനെ ഇട്ടാൽ ഉള്ളിലേക്ക് പോവോ? അയാൾ ഇങ്ങനെ കടല കുറിക്കുക. അത് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ബീവറേജ്, ഇപ്പുറത്തെ ബീവറേജ് ഉണ്ട് മർക്കസ് നോളേജ് സിറ്റിന്റെ അടുത്തുള്ള, അവിടെ നിന്ന് ഒരാള് ഒരു കള്ളുകൂടിയൻ തിരിച്ച് നടന്നു വരുന്നുണ്ട്. ഇയാള് കടലിരുന്നപ്പോ ഏത് കള്ളുകൂടിയൻ ഇത് കണ്ടാൽ ചിരി വരൂലേ? അപ്പൊ മറ്റേ കള്ളുകൂടിയൻ അവിടെ നിന്നിട്ട് കൈയടിച്ച് ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെ? പേരോടപ്പുറത്ത് ഗണ്ണന നടത്തിയപ്പോ ഹുസൈൻ സലഫി മറുപടി പറഞ്ഞേ 2 പാത്രം. ഇതൊന്നാം ഗണ്ണനം. അപ്പൊ രണ്ടാം ഗണ്ണനം ഇങ്ങനെ വരിക. അതേ ബീവറേജസ് തന്നെ വരുന്നത്. ഒരാൾ ഇറങ്ങി വരിക അപ്പുറത്ത് ഇങ്ങോട്ടേക്ക്. ഹുസൈൻ സലഫി പേരോട് ഗണ്ണനത്തിന് വന്ന പോലെ തന്നെയാ വരുന്നത്. ഇയാള് വന്നിട്ട് ഇയാള് പറയാണ്, ബസ്സാണ് അവിടെ, സിറ്റി ബസ് നിർത്തിയിട്ട് അത് നോക്കിയിട്ട് പറയാണ്,
വെള്ളമടിക്കുന്നു. കാരണം ബീവറേജ് എന്നാണല്ലോ വരുന്നത്. അപ്പൊ ഇപ്പുറത്തുനിന്ന് മറ്റയാൾ വീണ്ടും വരുന്നുണ്ട് രണ്ടാം ഖണ്ഡനത്തിന്. അയാൾ നോക്കിയിട്ട് പറഞ്ഞു മരിക്കുന്നു. ഇപ്പൊ സംഭവം എന്താ? വെള്ളിമാട് കുന്ന് മേരിക്കുന്നു എന്നാണ്. ഇതായിരുന്നു പേരോടിന്റെയും മുസ്ലിം സലഫിന്റെയും ഗണ്ണനം. ഈ ഗണ്ണനത്തിൽ ഇങ്ങനെ തന്നെ പോയിട്ടുള്ളവര് ഒരാദർശപരമായ ബന്ധവും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്നതാ കേട്ടോളൂ. പേരോടിനോട് ഹുസൈൻ സലഫി പറഞ്ഞ മറുപടി ഇത് പേരോട് പറഞ്ഞു തന്നെയാണ് ഇടുന്നത്. AP വിഭാഗം സമസ്ത മുഷാവറയുടെ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ പ്രസംഗം ഇട്ടിട്ട് മുജാഹിദിന്റെ പിളർന്ന ഗ്രൂപ്പിലെ നേതാവ് പറയുന്നത് കേട്ടോളൂ. 38 എന്റെ കാലത്തിൽ ജിന്ന് പോയിട്ടുണ്ട്. ആരുടെ കാലത്തിന്? പേരോടിന്റെ. എവിടുക്കാ പോയത്? ചെക്കാത്ത ഒരു പെണ്ണിന്റെ അടുത്ത്. ഇത് ഞാൻ പറയണല്ല, ഇത് ഞാനും പറയുന്നത് കേട്ടോ. ഇത് ഞാനും പറയല്ല, പേരോട് തന്നെ പറയുന്നത് കേട്ടോളൂ. ഒന്നും പറയുന്നില്ല, കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നത് ചെക്കാത്ത പെണ്ണിന്റെ അടുത്ത് മൂപ്പര് പോയി, മൂപ്പരെ ജിന്ന പോയത് അത് വെറുതെ പറഞ്ഞതാണ് എന്ന് മൂപ്പര് തന്നെ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഞാനും പറഞ്ഞതല്ല, കേട്ടോളൂ. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കാട് ചെക്കാട് കള്ളത്തൈക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാനവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലെന്ന്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പേരോടിന്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടത്. അങ്ങനെ അസുഖം. ഇതാണ് ഇവരുടെ സമസ്ത ട്രഷറർ സെക്രട്ടറി. ഇനി ഒന്നുകൂടി മുപ്പര് തന്നെ കേൾക്കാം നമുക്ക്. അടുത്ത പേരോട് വരട്ടെ. ഇവരുടെ സമസ്തയുടെ ഏതാ യഥാർത്ഥ സംസ്ഥാനം തീരുമാനിക്കാൻ വേറെ നമ്മൾ വണ്ടിയെടുത്ത് പോകുന്നു വേണ്ട, അല്ലെങ്കിൽ ന്യൂട്ടനെ ഐൻസ്റ്റീന്റെയും ബുദ്ധിയും വേണ്ട ഇത് തിരിയാൻ. ഇത് മാത്രം കേട്ടാൽ മതി. അടുത്തും കൂടി കേട്ടോളൂ. പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ട്രഷററൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കേട്ടോളൂ. 43 മുസ്ലിയാന്മാർ പോലും കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊയ്യാമാർ പോലും ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ പോലും കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ടത് മൊയ്യാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം പോലും കഴിക്കണ്ടേ? ചില ആൾക്കാർ ഫിത്തന പറയും മൊയ്യാന്മാർ പോലും കഴിക്കൂല. വെറുതെ പറയാ സരിബാബയ്ക്ക് തങ്ങളവർക്ക് പോലും ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ വീട്ടിലെ പോലും തങ്ങൾ വന്നിട്ടുണ്ട്. വെറുതെ പറയാന്ന് മൊയ്യാന്മാർ എന്നെ പോലും കഴിക്കുള്ളൂ. അതിന് മൊയ്യാമാർ പോലും ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ പോലും കഴിക്കുക? പേരോടാണ് കേട്ടോ. നിങ്ങൾ ആള് മാറിയുന്നത്. ഇത് രണ്ടും പേരോടാ പറയുന്നത്. ഒരേ ഇവരെ സംസ്ഥയുടെ സെക്രട്ടറിയാണ്. കേട്ടോളൂ, ഒന്നുകൂടി പറയട്ടെ. സംസ്ഥ സെക്രട്ടറി. അതിന് മൊയ്യാമാർ പോലും ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ പോലും കഴിക്കുക? മൊയ്യാമാർ എന്നെ പോലും കഴിക്കുള്ളൂ. അതിന് മൊയ്യാമാർ പോലും ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ പോലും കഴിക്കുക? മൊയ്യാമാർ എന്നെ പോലും കഴിക്കില്ല. എങ്ങനെയുണ്ട്? ഇതിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് സാധിക്കൂല. അമ്മാതിരി പിടിത്ത പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ മുജാഹിദിലെ ഇയാൾക്ക് പറ്റിയ ഒരാളുടെ സക്കരിയ സുലൈ അയാളെ കൊണ്ടുവരും 67. അയാൾ പറയും മറുപടി. കാരണം എന്താ? വളരെ മോശമായി സ്വന്തം പ്രസംഗത്തിന് സ്വന്തം തന്നെ മറുപടി പറയാം. സക്കരിയ സുലൈ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കേണ്ട. അയാളെ പ്രസംഗമാണ്. 10 പ്രാവശ്യം അയാൾ സ്റ്റേജിൽ പൂക്കണം. മതി, സമയമില്ല. ഇതിന് മറുപടി ഇങ്ങനല്ലാതെ വേറെ എങ്ങനെ പറയാൻ പറ്റുമോ? ഇത് സക്കരിയ സുലൈ മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. പേരോട് പറയാൻ പറ്റിയ ആള് മൂപ്പരാ. ഏതാണ്? ഇവരെ സെക്രട്ടറിയാണിത്, സമസ്ത സെക്രട്ടറി. ഇനി നമുക്ക് പേരോടിന്റെ സമസ്തന്റെ മറ്റൊരു സെക്രട്ടറി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട അൽ ദയൂബന്ദിയായ വഹാബി എന്ന് ഇവർ തന്നെ വിളിക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് എന്താ? അത് ഞാൻ ക്ലിപ്പ് ഇടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലിപ്പ് കൊണ്ട് ഒഴിവാക്കുകയാണ്. AP അബൂബക്കർ മുസ്ലിയാർ പറയാണ് തിരികേശം കത്തൂല. അപ്പൊ പൊന്മള പറയാണ് ഉസ്താദിന്റെ അവാദത്തിന് ഞാനെതിരാണ്, അത് കത്തും. അയാൾ ആരാ? ഇവരെ സമസ്തന്റെ സെക്രട്ടറി ആണത്രേ. ആലിക്കുട്ടി ഉസ്താദിന് ഈ വാദമുണ്ടോ? അല്ലെങ്കിൽ പേരോട് പറഞ്ഞതുപോലെയുള്ള വിഡ്ഢിത്തം ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞോ? ഇല്ല. ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ ദൈക്ഷണിക നേതൃത്വത്തിന്റെ തിളഞ്ഞു മറിയുന്ന സമൂഹത്തിന്റെ മുന്നിൽ, മറിഞ്ഞു പോകുന്ന സമൂഹത്തിന്റെ മുന്നിൽ വഴി കാണിച്ചു കൊടുത്ത് ലോകത്തോട് വലിയ പ്രബന്ധം അവതരിപ്പിച്ച് വിപ്ലവം തീർത്തിട്ടാണ് ആലിക്കുട്ടി ഉസ്താദ് എന്ന സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി ഇവിടെ വന്നത്. എന്നാലോ നിങ്ങൾ ഏതാ വന്താ പറഞ്ഞത്? മൗലൂദ് ചെല്ലില്ല, കഴിക്കാറില്ല, മൗലമാരെ കഴിക്കില്ല. പിന്നെയോ ഞങ്ങൾ എന്നെയാ കഴിക്കാറുള്ളത്, ഞാനും പോയിട്ടുണ്ട്. ഇതിന് ചികിത്സ മർക്കസിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് പോകുന്ന ബസ്, പച്ച ബസ്സിൽ ആ ബസ് പോയി നിൽക്കുന്ന സ്ഥലത്ത് കിട്ടും. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞ് ആ സ്ഥലത്തെ ഞാൻ മോശമാക്കുന്നില്ല. കാരണം ഇവർ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അവിടെ പണ്ട് നെഹ്റു പോയിരുന്നത്രേ. അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. നെഹ്റു പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അപ്പൊ ഇവർക്കും പോയിട്ട് പറയാം ഞങ്ങൾ പുതുതായി സ്വന്തം ഉണ്ടാക്കിയ സംസ്ഥന്റെ സെക്രട്ടറിയാണ്.
അപ്പൊ അവിടെയുള്ള ചില രോഗികൾ പറഞ്ഞത്രേ നെഹ്റുവിനോട്, ഞങ്ങൾ ആദ്യം വന്നപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. അതുപോലെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം അവിടെ പോവാ, എന്നിട്ട് പറയാം ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണത്. അല്ലാതെ നിങ്ങളോടൊന്നും പറയാനില്ല. രണ്ടാമത്തെ സെക്രട്ടറിന്റെ കഥ ഞാൻ പറഞ്ഞത് മുഅ്ജിസത്ത് നിഷേധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖുർആൻ അല്ലാത്തതെല്ലാം എല്ലാ മുഅ്ജിസത്തും മുറിഞ്ഞു പോകുമെന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത്? ഈ സെക്രട്ടറിയുടെ കഥ പറയുന്ന സെക്രട്ടറിമാരുടെ കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്ന് പറഞ്ഞു. എതിരും പറഞ്ഞു. ഇതാണ് ത്രിപുര സംഘടന. ഇനി അടുത്ത് കേട്ടോളൂ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവർ വിളിച്ചു പറയാറുണ്ട് CM വലിയുല്ലാഹി ഞങ്ങളുടെ സംഘടനയ്ക്ക് പിന്തുണ നൽകി എന്ന് പറയാറുണ്ട്. എന്നാൽ വൈലത്തൂരിലെ യൂസുഫ് കോയത്തങ്ങൾ ബുഹാരി, അദ്ദേഹം AP വിഭാഗത്തിന്റെ വലിയ നേതാവാണ്. പൊന്മള വിരുദ്ധ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവും കൂടി അദ്ദേഹമാണ്. പൊന്മള വിരുദ്ധ വിഭാഗത്തിന്റെ നേതാവ് ഹാഫിദ് അല്ല, ഹാഫിദിനെ പോലും നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ആത്മീയമായി എന്ന് അവർ പറയുന്നത് വൈലത്തൂർ തങ്ങളാണ്. വൈലത്തൂർ തങ്ങൾ എന്താ പറഞ്ഞത്? CM വലിയുല്ലാഹി കുത്തുബുല്ലാലമല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ ജാരസന്തതിയാണെന്നാ പറഞ്ഞത്. പ്രസംഗിച്ചത് എവിടെ നിന്നല്ലേ? പ്രസംഗിച്ചത് നിങ്ങളുടെ മഞ്ചേരിയിൽ തന്നെ പ്രസംഗിച്ചത്. CM വലിയുല്ലാഹിയെ കുത്തുബുല്ലാലം അല്ല എന്ന് പറഞ്ഞാൽ അയാൾ ജാരസന്തതിയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ വൈലത്തൂർ തങ്ങളാ പറഞ്ഞത്. എന്നാൽ കുത്തുബുല്ലാലം അല്ല എന്ന് മാത്രമല്ല, ഒരു സാക്ഷീകരണത്തിന് പോലും പറ്റാത്തയാളാണ് CM വലിയുല്ലാഹി എന്ന് പറയുന്നത് ആരാ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് നിങ്ങൾ തന്നെ പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയട്ടെ. 155 മൊബൈല് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് CM വലിയുല്ലാഹിയെ കുറിച്ച് പറയുന്നത് കേൾക്കുക, എന്നിട്ട് തീരുമാനിക്കുക. നിങ്ങളുടെ പ്രസ്ഥാനം ഇസ്ലാമിക പ്രസ്ഥാനമാണെന്ന് മാത്രമല്ല, സുന്നി എന്ന് പറയാനുള്ള സുന്നിയിലെ സു എന്നുച്ചരിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല. വിദഗ്ധക്കാരുടെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെ അവിടുത്തെ കാവൽക്കാരാണ് നിങ്ങൾ ഇന്ന്. വിദഗ്ധത്തിന്റെ പ്രസ്ഥാനം തകർന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ അവിടെ കാവൽ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങളാണ്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. പൊന്മള ക്ലാസ് എടുക്കുന്നത് കേട്ടോളൂ. അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലനിർത്തിയാകുന്ന ആളാകരുത്. അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം. മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമാവതനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞതിനെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ഷേഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലാണ്. പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കിന് ഷേഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ഷേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ മുറബിയ ഷേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ മുറബിയ ഷേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ഷേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞൊരു തെരീക്കത്ത് ഇവിടെ ഉണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ഷെയ്ഖാണെന്ന് പറയുന്നുമില്ല. എങ്ങനെയുണ്ട്? CM വലിയുല്ലാഹിയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നിട്ട് പിരിവ് നടത്തിയാൽ മതി. അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് നാണമുണ്ടെങ്കിൽ ആ സ്ഥാപനം പിരിച്ചുവിടുക. എന്നിട്ട് CM സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം മടവൂർ മക്കാമിൽ ലയിപ്പിച്ചു കൊടുക്കുക. CM വലിയുല്ലാഹി ഒരു ആത്മീയ നേതാവല്ലെന്ന് വിളിച്ചു പറഞ്ഞ ഈ മനുഷ്യനാണ് അത്ര ഇവരുടെ സെക്രട്ടറി. ഇവരുടെ സെക്രട്ടറിന്റെ കഥയാ. പിന്നെ ജനറൽ സെക്രട്ടറിന്റെ കഥ ഞാൻ പറയേണ്ടിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10,000 കളവുകൾ ഒന്നിച്ചു പറഞ്ഞ് ഇങ്ങനെ വിപ്ലവം തീർക്കുന്ന ഒരാളാ മൂപ്പരെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ ഇവരുടെ തന്നെ ഒരു നേതാവുണ്ട്. ഇവരുടെ ഒരു യാത്ര നടന്നു, കേരള യാത്ര. ആ കേരള യാത്രയിൽ ഇവരുടെ നേതാവായ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഇവർ തന്നെ വിളിച്ചുകൊണ്ടുവന്ന ഒരാൾ പ്രസംഗിക്കുന്നത് ഇവർ പുറത്തിറക്കിയതാ. കേട്ടോളൂ. ഇവരെ ജനറൽ സെക്രട്ടറി എവിടെ എത്തിയതാണ് കേൾക്കുന്നത്? ഇവർ തന്നെ. അത് കേട്ടാലും തക്ബീർ ഈ സാധുക്കളെ ചെല്ലും. 69 വരട്ടെ. ഇവരുടെ നേതാക്കളെ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് മറ്റൊരാൾ പ്രസംഗിക്കുന്നേക്കും കേരള യാത്രയിൽ. എന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്.
അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. അപ്പൊ കാന്തപുരം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിയിട്ടുണ്ട്. ആ മാറ്റം ഞാൻ കുറച്ചും കൂടി കടത്തി പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മളത് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണത്? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകേനിധി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ. എങ്ങനെയുണ്ട്? ഇവരെ സംസ്ഥാന സെക്രട്ടറിനെ പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ നടത്തിയ കേരള യാത്രയിലെ ദൃശ്യങ്ങൾക്ക് ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹിന്ദുക്കളുടെ പുരാണങ്ങൾ തന്നെ കൃഷ്ണൻ ഒരുപാട് പ്രത്യേകത പറയുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ വെണ്ണ കെട്ടുന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഏത് നിലയിലേക്ക് യോജിപ്പിച്ചാലും നമുക്കൊന്നും പറയാനില്ല. ആ മതത്തെ പരിഹസിക്കാനല്ല. അവിടെ നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. കൗതുകത്തിന് വേണ്ടി എണ്ണ കെട്ടുവെച്ച കഥകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ അറിയില്ല. അരീക്കാട് പള്ളി അങ്ങനെയാണോ അറിയില്ല. എന്തായാലും ഈ പറയപ്പെട്ടൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ CM ഇബ്രാഹിം ഉണ്ട്. മൂപ്പരെന്താ പറഞ്ഞത് ഈ ഉസ്താദിനെ കുറിച്ച്? ഇയാളുടെ തനി സ്വഭാവം ബോധ്യപ്പെട്ടിട്ട് മൂപ്പര് പറഞ്ഞു, അയാള് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു ഓഫർ നൽകിയിരുന്നു, ഒരു നേർച്ച. ഞാൻ ജയിച്ചാൽ AP ഉസ്താദിന് ഹെലികോപ്റ്റർ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞ കാരണം കർണാടകയിലെ കോൺഗ്രസാണ് ജയിച്ചത്. മൂപ്പര് കോൺഗ്രസാണ്. അവിടെ ജയത്തിന്റെ ഏറ്റവും പ്രധാന ക്രെഡിറ്റ് അവകാശപ്പെട്ട വലിയ നേതാവായിരുന്നു. പക്ഷെ മൂപ്പര് ഈ നേർച്ചയായിട്ടാണ് മണ്ഡലത്തിലേക്ക് പോയത്. മണ്ഡലത്തിൽ പോയി മത്സരിച്ച് നോക്കിയപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് മൂപ്പര് ഹെലികോപ്റ്റർ വീണ വല്ലാണ്ട് വീണു. ഈ നേർച്ചയ്ക്ക് ഫലം കിട്ടിയാണ്. അപ്പൊ മൂപ്പർക്ക് മനസ്സിൽ വിഷമം വന്നിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 AP കുറിച്ച് CM ഇബ്രാഹിം പറയുന്നത് കേട്ടോളൂ. മറ്റൊന്നിങ്ങനെ ചോദിക്കട്ടെ, ഓരോ പള്ളിയുടെ സ്ഥലം എവിടെയാണെന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു കണ്ണറോടും വൈകാരും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാളും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? ചോദിച്ചത് എവിടെയാന്ന് പറയാതെ, പള്ളിന്റെ സ്ഥലം എവിടെയാന്ന് പറയാതെ, ഒരു പള്ളിയുടെ സ്ഥലം പോലും പറയാതെ ശിലാസ്ഥാപനം നടത്തിയ ഒരു തങ്ങളെ മൊയ്ലാരി ലോകത്ത് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എസ്കക്കാരാണോ ചോദിക്കുന്നത്. അപ്പോഴും അല്ലാഹു അക്ബർ. അങ്ങനെയുണ്ട്. അത് നമ്മളല്ല അല്ലാഹു അക്ബർ അല്ലണ്ട് ഇവരാ. ഈ കൗമിന്റെ അവസ്ഥ ഇത്, ഈ കൗമിന്റെ അവസ്ഥ ഇത്. ഈ നിലയിലേക്ക് ഇവരതപ്പതിച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് പകരുസ്താദ് AP ഉസ്താദിന്റെ മദ്ഹ് മാത്രം പറഞ്ഞ അബുവാക്ക എന്ന് വിളിച്ച് മഹത്വം മാത്രം പറഞ്ഞു നടന്ന ആള് ആ പകരസ്ഥാന് തോന്നി ഒരു പാട്ട് പാടുക. കാരണം ഈ നിലയിൽ പോയാൽ കഷ്ടകാലം വന്ന് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പകരക്ക് തോന്നി. 70 അപോരിലേന്ന് AP അപോരിലേ കഷ്ടകാലം ഇക്കോലത്തിൽ വന്നടഞ്ഞത് അറിഞ്ഞിട്ടില്ല അപോരിലേ. ആ അവസ്ഥയിലേക്ക് ഇന്ന് സംഘടന എത്തി. പകരം ഇപ്പൊ സ്വപ്നം കാണലില്ല. പകരം സ്വപ്നം കാണുന്നത് നിർത്തി. ഇപ്പൊ പുസ്തകം എഴുതാൻ തുടങ്ങി മൂപ്പര്. ഇപ്പൊ ഒരു പുസ്തകം ഇറക്കി. അതിലെന്താ പറയുന്നത്? സിറാജ് പത്രം വായിക്കുന്നവര് സൂക്ഷിച്ചോളി എന്റെ കയ്യിലുണ്ടത്. അതിൽ പറയാണ് സിറാജ് പത്രം വാങ്ങി വായിച്ചാൽ മുർത്തത്താവാൻ വരെ കാരണമാവും. എന്നിട്ട് വിശദീകരിക്കാം. സിറാജിൽ പല നല്ലതുണ്ട്. അതുകൊണ്ട് കല്യാണത്തിന് സിറാജ് വിരിച്ചാൽ അത് ശ്രദ്ധിക്കാതെ വിരിച്ചതിൽ ചോറും മറ്റുമൊക്കെ ആക്കി വലിച്ചെറിഞ്ഞാൽ ആ പത്രം വാങ്ങിയത് കാരണം നീ മുർത്തത്താവാൻ കാരണമാണ് മോനെ എന്ന് പകരം പറയാ. ഞാനും പറയുന്നത് തന്നെ, സിറാജ് വാങ്ങി മുർത്തത്താവുന്നതിനല്ലേ സുപ്രഭാതം വാങ്ങി നന്നായിക്കൊള്ളി. പകരം വായി തുറന്നെങ്ങനെയാണ്? ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇവർക്കെതിരെ വിപ്ലവം നയിച്ച നേതാക്കൾ അവർ നമുക്ക് മുമ്പേ പറഞ്ഞു തന്നത് അവർക്ക് വഴിവിഴച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട മാനുസ്താദ്
നമുക്ക് എത്ര വലിയ സന്തോഷം തന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മാനുസ്താദ് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും കണ്ടു, ആ വിപ്ലവ നായകന്റെ അവസാനത്തെ കണ്ടു. ആ വിപ്ലവ നായകനായ മാനുസ്താദിനെ നമുക്ക് ഓർക്കാം. അല്പം മാനുസ്താദിനോടൊപ്പം നമുക്കിരിക്കാം. എന്റെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുക, പ്രിയപ്പെട്ട മാനുസ്താദിനെ കേൾക്കുക. മാനുസ്താദിന്റെ അവസാന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു തീർക്കുന്നത് നമുക്ക് കേൾക്കാം. നമുക്ക് മുന്നേ നടന്നുപോയ മാനുസ്താദ് ഇവരുടെ ഈ വഴിപിഴവിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മറുപക്ഷത്ത് നിൽക്കുമ്പോ ഏറ്റവും തീവ്രമായി മാനുസ്താദ് പറഞ്ഞു തോർക്കുന്നുണ്ട്. ആ വഴി ഞങ്ങളും സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ പറഞ്ഞ മാനുസ്താദിന് ലക്ഷങ്ങൾ, 10-12 ലക്ഷങ്ങൾ ഒന്നിച്ചു നിസ്കരിച്ചു. അവിടുന്ന് സുസ്മേരവദനായി സമൂഹത്തോട് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോയി. എന്നിട്ട് അവിടുന്ന് പണ്ഡിതന്മാർ മുഴുവൻ കേൾക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരണപ്പെട്ടു. ആ പ്രിയപ്പെട്ട മാനു ഉസ്താദിന്റെ മുന്നിൽ നമുക്ക് 2 മിനിറ്റ് മാനു ഉസ്താദിനെ ഓർക്കാം. ഇവിടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ജനക്കൂട്ടങ്ങൾ മഗ്രിബ് നിസ്കാരത്തിനു വേണ്ടി അംഗശുദ്ധി വരുത്തി പടിഞ്ഞാറ് അറബിക്കടലിന്റെ ഓരത്ത് ഒരു ജനസാഗരം തീർത്തുകൊണ്ട് തങ്ങൾ സ്നേഹിക്കുന്ന ആത്മീയ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒട്ടനവധി നിഷ്കളങ്കരായ സാധാത്യങ്ങളും സാത്വികരും സാധുക്കളും അടങ്ങുന്ന മഹാസദസ്സിന്റെ മുമ്പിലതാ മഹാനായ ശൈഖുനാ കെ.ടി. ഉസ്താദിന്റെ അന്ത്യവിളിയാളം മുടങ്ങുകയാണ്. പള്ളിമിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന വാങ്ക് കേൾക്കേണ്ട താമസമത നമസ്കാരത്തിന് വേണ്ടി പരിശുദ്ധ കഅബ മന്ദിരത്തിന് നേരെ തിരിഞ്ഞ് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജമാഅത്ത്. ആ പ്രാർത്ഥനയും കഴിഞ്ഞു ആ സമൂഹം ഒന്നടങ്കം സാത്വികരായ പണ്ഡിത വരേണ്യർ പറയാനുള്ളത് മുഴുവൻ പകർത്താനുള്ള വ്യഗ്രതയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ സമൂഹത്തെ വഴി നടത്തിയ മഹാനായ ശൈഖുനാ കെ.ടി. മുസ്ലിയാർ ആ സദസ്സിന് സ്വാഗതമരുളേണ്ട പ്രഭാഷകനാണ്. മഹാനായ കെ.ടി. ഉസ്താദിന്റെ പ്രസംഗം പ്രതീക്ഷിച്ചു വന്ന 10,000-കണക്കിന് ജനങ്ങളാണ് കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. മഹാനായ ശൈഖുനാ കെ.ടി. ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 50ാം വാർഷികത്തിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്നു. ആ മഹാസംരംഭത്തിന്റെ ഔപചാരികോദ്ഘാടന സദസ്സിൽ നിന്നാണ് മഹാനായ കെ.ടി. ഉസ്താദ് തന്റെ ജനങ്ങളെ മുഴുവൻ നോക്കിക്കണ്ട് താൻ രാവും പകലും പണിയെടുത്ത് നടത്തിയ സമ്മേളന പ്രചരണത്തിന്റെ ആ ഉജ്ജ്വലമായ ഫലം നേരിട്ട് കണ്ട് നിർനിമേഷനായി എല്ലാം നോക്കിക്കണ്ട് ഉള്ളിൽ സായുജ്യത്തിന്റെ തിരികൾ കത്തിച്ചുവെച്ച് ആ വന്യവയോധികനത വേദിയിൽ നിന്ന് മന്ദം മന്ദം ഇറങ്ങുന്ന കാഴ്ച വളരെ വളരെ കൗതുകത്തോടെ അതിലേറെ ആദിയോടെ പലരും നോക്കി നിൽക്കുകയാണ്. അറബിക്കടലിന്റെ ആരവങ്ങൾക്കൊത്ത് ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ ആത്മീയ ചൈതന്യത്തിനൊത്ത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഒരു പാൽക്കടൽ തീർത്തുകൊണ്ടിരിക്കുന്ന ആ മഹാസമ്മേളനം ചരിത്രവും വഴിമാറുകയാണ്. കാലവും കിനാവും കഥ പറയുകയാണ്. പാരമ്പര്യത്തിന്റെ പായക്കപ്പലുകൾ നങ്കൂരമിട്ട കോഴിക്കോട് പോയ കാലത്തിന്റെ പെരുവഴികളിൽ 1000 ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാമൂതിരി മാനവിക്രമന്റെയും ഷെയ്ഖ് മുഹമ്മദ് ജഫ്രിയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും അസയ്യിദ് അബ്ദുറഹിമാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാദസ്പർശനങ്ങളെ കൊണ്ട് പുളകിതമായ മണൽ തരികളെ പോലും കണ്ണീരണിയിപ്പിച്ചുകൊണ്ട് കടന്നുവന്ന ഒരു കഥന വാർത്തയാണത്. നമ്മളെല്ലാം നേതാവും ഉസ്താദുമായി ഇരുന്ന ഇതുവരെ ഈ സ്റ്റേജിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മഹാനായ കെ.ടി. ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്, ഒപ്പത്തായിരിക്കുകയാണ്. താങ്ങാൻ പറ്റാത്ത മരണത്തിൻ ധ്വനിയെന്ന് മലയാള മണ്ണിനെ മൗനിയാക്കി കണ്ണിമ വെട്ടാതെ
കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു. കണ്ണിമ വെട്ടാതെ കാണാൻ കൊതിക്കുന്ന കരളിമ്പക്കനിയും പോയി മറഞ്ഞു. ഇതാണ് സമസ്തയുടെ വഴി, ഇതാണ് സമസ്ത, ഇതാണ് യഥാർത്ഥ സമസ്തയുടെ നേതാക്കൾ. അല്ലാതെ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ നിൽക്കുന്നൊരു സാധനത്തെ സമസ്തയെന്ന് വിളിക്കാറില്ല. ഇത്തരം പ്രധാനികളും നിഷ്കളങ്കരുമായ നേതാക്കൾ, സമൂഹത്തോടൊപ്പം നടന്ന നേതാക്കൾ, സമൂഹത്തിന് മുന്നേ നടന്ന് മാതൃക കാണിച്ചവർ, ജീവിതത്തിൽ ഒരു കളങ്കവുമില്ലാത്ത നേതാക്കൾ, അവർ നയിച്ച പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് എന്റെ പ്രിയപ്പെട്ട പഴയകാലത്തെ കൂട്ടുകാരെ നിങ്ങൾക്കും കടന്നു വരാം. ഇതുപോലൊരു പൂർവ്വകാലത്തിന്റെയോ ഒരു നേതൃത്വത്തിന്റെയോ മഹിമ പറയാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല. അതുകൊണ്ട് അത്തരമൊരു വേദിയിലേക്ക് പോയിപ്പെട്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ സമസ്തയെന്ന ഈ പൂങ്കാവനത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.